ഞാൻ അന്ന് തന്നെ അവരോട് പറഞ്ഞു, അറിവില്ലായ്മ കൊണ്ട് പറ്റിയതാണ്, ക്ഷമിക്കണമെന്ന് വന്നവരോടെല്ലാം ഞാൻ വളരെ ആത്മാർത്ഥമായിട്ട് തന്നെ പറഞ്ഞെങ്കിലും പോലീസുകാരുൾപ്പെടെയുള്ളവർ അത് അത്ര വലിയ ഒരു വിഷയമായിട്ട് പോലീസിൻ്റെ ഭാഗത്തുനിന്ന് വളരെ നല്ലൊരു സമീപനം നമുക്കുണ്ടായത്. പക്ഷെ ചില വ്യക്തി താല്പര്യങ്ങൾ കൊണ്ട് അതിങ്ങനെ മാറിപ്പോയതാണ്. എറണാകുളം ഉദയംപേരൂരിൽ പാസ്റ്റർമാർ സംഘടിപ്പിച്ച പരിപാടിയിൽ പാകിസ്ഥാൻ പതാക ഉപയോഗിച്ചതിൽ മാപ്പ് ചോദിച്ച് രംഗത്തെത്തിയിരിക്കുകയാണ് സംഘാടകർ. പ്രാർത്ഥനാ ഹാളിൽ പാകിസ്ഥാൻ പതാക വന്നതിൽ ജാഗ്രതക്കുറവുണ്ടായെന്ന് പാസ്റ്റർ ദീപു ജേക്കബ് ന്യൂസ് 18 പറഞ്ഞു. കഴിഞ്ഞ ഒരു വർഷമായി വിവിധ രാജ്യങ്ങളുടെ പതാകകൾ പ്രാർത്ഥനാ ഹാളിൽ ഉണ്ടെന്നും ചില വ്യക്തികളാണ് ഇപ്പോഴത്തെ പരാതിക്ക് പിന്നിലെന്നും അദ്ദേഹം വ്യക്തമാക്കുന്നു. ചെയ്ത ഒരു കാര്യത്തെ അത് ആരുടെ ബുദ്ധിയിൽ ഉദിച്ചാന്നറിയത്തില്ലെങ്കിലും അത് വളരെ തെറ്റായിട്ട് വ്യാഖ്യാനിക്കപ്പെട്ടു. നമ്മൾ രാജ്യത്തെ ബഹുമാനിക്കുകയും എല്ലാ രാജ്യങ്ങളെയും ബഹുമാനിക്കുകയും എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന ഒരു കാര്യമാണ് ചെയ്തത്. തീമോഥെയോസ്യർക്ക് എഴുതിയ ലേഖനത്തിൽ പൗലോസ് അപ്പോസ്തലൻ പറയുന്നുണ്ട്, രാജാക്കന്മാർക്കും അധികാരികൾക്കും വേണ്ടി പ്രാർത്ഥിപ്പിനെന്ന്. ഞങ്ങൾ നമ്മുടെ രാജ്യത്തിനും എല്ലാ അയൽ രാജ്യങ്ങൾക്കും വേണ്ടിയാണ് പ്രാർത്ഥിച്ചത്. എനിക്കങ്ങനെ തോന്നിയില്ല. ആരുടെയും ഒരു പ്രത്യേക താല്പര്യപ്രകാരമാണ് ഇങ്ങനൊരു വിവാദം ഉണ്ടായതെന്ന് എനിക്ക് തോന്നുന്നില്ല. എല്ലാവരുടെയും ഒരു പ്രത്യേകിച്ചൊരു വിഭാഗത്തിൻ്റെതായ ഒരു പ്രേരണ അതിൻ്റെ അകത്തില്ല. ചില വ്യക്തികളുടെ താല്പര്യം ഉണ്ടായോ എന്ന് ചെറിയ മാത്രം എനിക്ക്. ജീസസ് ജനറേഷൻ എന്ന പ്രൊട്ടസ്റ്റന്റ് വിഭാഗത്തിൽപ്പെട്ട സഭയുടെ പാസ്റ്ററാണ് ഇപ്പോൾ പ്രതികരണവുമായി രംഗത്തെത്തിയിരിക്കുന്നത്. ഈ മാപ്പ് ചോദിച്ച് രംഗത്തെത്തിയിരിക്കുന്ന പാസ്റ്റർ ദീപു ജേക്കബ്. ഇവർ കഴിഞ്ഞ ദിവസം എറണാകുളം ഉദയംപേരൂരിൽ സംഘടിപ്പിച്ച ഒരു പ്രാർത്ഥനാ പരിപാടിക്ക് ഇടെയാണ് വിവിധ രാജ്യങ്ങൾ, അതായത് ഇന്ത്യയുടെയും പാകിസ്ഥാൻ ഉൾപ്പെടെയുള്ള 20 രാജ്യങ്ങളുടെ പതാകകൾ ആ പ്രാർത്ഥനാ ചടങ്ങിൽ വെച്ചത്. ഈ പരിപാടിക്ക് ശേഷം ഇന്ത്യൻ പതാക ശുചിമുറിയുടെ പരിസരത്തേക്ക് കൂട്ടിയിട്ടെന്നും BJP നേതാവ് നൽകിയ പരാതിയിൽ ആരോപിച്ചിരുന്നു. പോലീസ് സ്റ്റേഷനിൽ നേരിട്ട് ഹാജരാകാൻ സംഘാടകരോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. വിവരങ്ങളുമായി ഡാനി ഇപ്പോൾ ചേരുന്നു. ഡാനി, വളരെ സതുദ്ദേശത്തോടെ ലോകസമാധാനത്തിന് വേണ്ടി പ്രാർത്ഥിക്കാനാണ് ഈ ജീസസ് ജനറേഷൻ എന്ന പ്രാർത്ഥനാ കൂട്ടായ്മയിലെ പാസ്റ്റർമാർ, IPCയിൽ ഉൾപ്പെടെ വിവിധ പ്രൊട്ടസ്റ്റന്റ് സഭകളുടെ പാസ്റ്റർമാർ ആ ചടങ്ങിൽ പ്രാർത്ഥനാ കൂട്ടായ്മയിൽ പങ്കെടുത്തു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ലോകസമാധാനം, പ്രത്യേകിച്ചും ലോകത്ത് പല രാജ്യങ്ങളും തമ്മിൽ യുദ്ധമൊക്കെ നിലനിൽക്കുമ്പോൾ സമാധാനത്തിന് വേണ്ടി പ്രാർത്ഥിച്ചു. പക്ഷേ ഇപ്പോൾ പുലിവാലി പിടിച്ചിരിക്കുന്നു. ജാമ്യമില്ലാ വകുപ്പാണ് പാസ്റ്റർ ദീപുവിനെതിരെ എടുത്തിരിക്കുന്നതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്താണ് അദ്ദേഹം ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പ്രതികരിച്ചിരിക്കുന്നത്? ടോമ, ഈ വിഷയത്തിൽ ഇവരുടെ ഒരു പ്രതികരണം വന്നത് ന്യൂസ് 18നോടാണ്. അവർ പറയുന്നത്, പ്രധാനമായും തന്നെ പറയുന്നത്, തങ്ങൾക്ക് മറ്റു ഉദ്ദേശങ്ങളൊന്നും തന്നെയില്ല. ഇത് ഈ ആരുടെയെങ്കിലും മതവികാരം വ്രണപ്പെടുത്തുക, അങ്ങനെ ഈ ദേശവിരുദ്ധമായ ഏതെങ്കിലും രീതിയിലേക്ക് കാര്യങ്ങൾ കൊണ്ടെത്തിക്കുക, അങ്ങനെ പല രീതിയിലും ഇത്തരം കേസുകൾ വരുമ്പോഴേക്കും ആക്ഷേപങ്ങൾ വരാറുണ്ട്. അപ്പോൾ ഇതിൽ ദേശവിരുദ്ധമായി യാതൊരു രീതിയിലുള്ള ഒരു കാര്യങ്ങളും തങ്ങൾ ഉദ്ദേശിച്ചിരുന്നില്ല എന്ന രീതിയിൽ തന്നെയാണ് ഇവർ പറയുന്നത്. അതിൽ പ്രധാനമായും ചൂണ്ടിക്കാണിക്കുന്നത്, അവിടെ 20 രാജ്യങ്ങളുടെ പതാകകൾ കഴിഞ്ഞ ഒരു വർഷമായിട്ട് അവിടെയുണ്ട്. ഇത് അവരുടെ ഒരു പ്രാർത്ഥനാ മുറിയാണ്, പ്രാർത്ഥനാ ഹാളാണ്. അവിടെ ഇത്തരം പതാകകൾ സൂക്ഷിച്ചിട്ടുണ്ട്. അത് പലപ്പോഴും തന്നെ ചെയ്യുന്നത്, ഇത് ലോകസമാധാനത്തിന് വേണ്ടി തങ്ങൾ പ്രാർത്ഥിക്കാറുണ്ട്. അപ്പോൾ ഇന്ത്യയും അതോടൊപ്പം തന്നെ ഇന്ത്യക്ക് അയൽ രാജ്യങ്ങളുടെയും പതാകകൾ എല്ലാം തന്നെയാണ് ഉപയോഗിക്കുന്നത്. അങ്ങനെ കഴിഞ്ഞ ഒരു വർഷത്തിലധികമായി അവിടെ ആ പതാകകളുണ്ട്. അത് വെച്ചിട്ടാണ് അവിടെ ആ പ്രാർത്ഥനകളടക്കം ഉള്ള കാര്യങ്ങൾ നടത്തുകയും ചെയ്യുന്നത്. പക്ഷേ അപ്പോഴും ഇതിൽ പറയുന്നൊരു കാര്യം, തങ്ങൾ ഇപ്പോഴത്തെ ഒരു സാഹചര്യമുണ്ട്, അത് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ നിലനിൽക്കുന്ന ഒരു സംഘർഷഭരിതമായ ഒരു സാഹചര്യം തന്നെയാണ്. അതിനെ തുടർന്നുള്ള ആ വിഷയങ്ങളൊന്നും ഇതുവരെയും അവസാനിച്ചിട്ടുമില്ല, അത് തുടരുകയും ചെയ്യണം. അത് തീർച്ചയായും തന്നെ അത് ഗൗരവപൂർവ്വം ആലോചിക്കണമായിരുന്നു. അങ്ങനെ ഒരു അശ്രദ്ധ തങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ട്. ആ വിഷയങ്ങൾ പരിഗണിക്കണമായിരുന്നു. പക്ഷേ അതുണ്ടായില്ല. അത് തീർച്ചയായും ഗുരുതരമായ കാര്യം തന്നെയാണ്. അതിൽ തങ്ങൾ മാപ്പ് ചോദിക്കുന്നു എന്ന് തന്നെയാണ് ഈ പാസ്റ്റർ പറയുന്നത്, ദീപു ജേക്കബ് പറയുന്നത്. ഇതിപ്പോൾ ഉയർന്നു വന്നിരിക്കുന്ന കാര്യങ്ങൾ അദ്ദേഹം ഒന്നുകൂടി കൂട്ടിച്ചേർക്കുന്നുണ്ട്.
ഇത് ചില വ്യക്തികളുടെ മാത്രം താല്പര്യങ്ങളുടെ പുറത്താണ് ഇപ്പോൾ ഈ ഒരു സൂചിപ്പിച്ചതുപോലെ ഇവിടെ ഒരു ജാഗ്രത ഉണ്ടായിട്ടുണ്ട് ഈ പ്രാർത്ഥന കൂട്ടായ്മയിൽ പങ്കെടുത്തവരെ സംബന്ധിച്ച്. അത് വളരെ വ്യക്തമായ കാര്യമാണ്. അതുകൊണ്ട് തന്നെയാണ് പ്രത്യേകിച്ചും യുദ്ധസമാനമായ ഒരു സാഹചര്യമൊക്കെ നിലനിൽക്കുന്നൊരു പശ്ചാത്തലത്തിൽ ഇതുപോലെ ഒരു പാകിസ്ഥാൻ്റെ പതാകയും അവിടെ കൊണ്ടുവന്ന് സ്ഥാപിച്ച് പ്രാർത്ഥന നടത്തിയത്. ഇങ്ങനൊരു മാപ്പ് പറഞ്ഞുകൊണ്ട് തീരുന്ന പ്രശ്നമല്ല ഇത്. ഗുരുതരമായിട്ടുള്ള വകുപ്പുകൾ ഉൾപ്പെടെ ചുമത്തിയിട്ടുണ്ട്. ജാമ്യമില്ലാ വകുപ്പാണ്. പോലീസ് സ്റ്റേഷനിൽ ഹാജരാകാൻ സംഘാടകരോട് നിർദ്ദേശം നൽകിയിട്ടുണ്ടല്ലോ. എന്താണ് ഈ മാസ്റ്റർ ദീപുവാണ് ഈ കേസിലെ പ്രതിയായിട്ടുള്ളത്? എന്താണ് അവരുടെ നീക്കം? പ്രത്യേകിച്ചും മുൻകൂർ ജാമ്യാപേക്ഷയുമായി കോടതിയെ സമീപിച്ചിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്, അല്ലേ? ജാമ്യാപേക്ഷയുമായി മുന്നോട്ട് പോവുകയാണ് അവർ. പ്രത്യേകിച്ച് പോലീസ് ഇവർക്ക് ഹാജരാകാൻ ആവശ്യപ്പെടുകയും പ്രാഥമികമായ ചില വിശദീകരണങ്ങൾ ഇവരിൽ നിന്ന് തേടിയിട്ടുണ്ട്. എന്തായിരുന്നു നിങ്ങളുടെ ഉദ്ദേശം എന്നതടക്കമുള്ള കാര്യങ്ങൾ, അവിടെ എന്താണ് നടന്നത് എന്നതടക്കമുള്ള കാര്യങ്ങൾ തേടിയിട്ടുണ്ട്. പരാതിയുടെ അടിസ്ഥാനത്തിൽ പതാക കസ്റ്റഡിയിൽ എടുക്കുകയും ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഈ പരാതിയിൽ പറയുന്ന മറ്റൊരു കാര്യം, ദേശീയ പതാകയോട്, ഇന്ത്യൻ ദേശീയ പതാകയോട് അവഹേളനമുണ്ടായി, അനാദരവുണ്ടായി എന്ന് പറയുന്നുണ്ട്. അതാണ് മറ്റൊന്ന് ഗുരുതര സ്വഭാവത്തിലുള്ളത്. കാരണം ഈ പതാക പിന്നീട് കണ്ടെടുത്ത ശുചിമുറിയുടെ ഭാഗത്തു നിന്നാണെന്ന് പറയുന്നു. അപ്പോൾ ഇത്തരം കാര്യങ്ങളിലെല്ലാം സ്ഥിരീകരണം വരേണ്ടതുണ്ട്. ഈ കാര്യങ്ങൾ വാസ്തവമാണെങ്കിൽ അതിൽ കൃത്യമായ രീതിയിലുള്ള ഈ നടപടികളും കാര്യങ്ങളും എല്ലാം തന്നെ ഉണ്ടാകും. അപ്പോൾ എന്താണ് ഉദ്ദേശിച്ചത് എന്നത് അടക്കം ഇവർ വിശദീകരിക്കേണ്ടി വരും. പ്രാർത്ഥന നടന്നത് എത്ര ദിവസമാണ്, അത് ഇതിനു മുൻപ് ഉണ്ടായി എന്ന് പറയുന്ന ഇവരുടെ അവകാശവാദം ശരിയാണോ, ഇതിനു മുൻപും ഇവിടെ ഇത്തരം പ്രാർത്ഥനകൾ നടന്നിട്ടുണ്ട് എന്ന് അവർ പറയുന്നുണ്ട്. അപ്പോൾ ഇത്തരം കാര്യങ്ങളിൽ എന്തെല്ലാം കാര്യങ്ങൾ യാഥാർത്ഥ്യമാണ് എന്നതടക്കമുള്ള കാര്യങ്ങൾ പരിശോധനകൾ വരേണ്ടതുണ്ട്. ഇത് കൃത്യമായി ഇവർക്ക് മുൻപാകെ വിശദീകരിക്കണം ആവശ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും ഈ വിഷയത്തിൽ വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധം എല്ലാ ഭാഗങ്ങളിലും തന്നെ ഉയരുന്നുണ്ട്. കാരണം അതിൽ പറഞ്ഞിരിക്കുന്നത് പോലെ ഈ പാകിസ്ഥാൻ്റെ ഒരു പതാക വെച്ചിട്ട് അവിടെ പ്രാർത്ഥന നടത്തുക, അതിനെ ആരാധനയ്ക്ക് വേണ്ടി ഉപയോഗിച്ചു എന്നതെല്ലാമാണ് ചൂണ്ടിക്കാണിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ കാര്യങ്ങൾ കൃത്യമായൊരു വിശദീകരണവും ആവശ്യമാണ്. വൈകാതെ പോലീസിൻ്റെ മുന്നിലേക്ക് തന്നെ എത്തേണ്ടതുണ്ട്. കോടതിയിലും ഒരു ഭാഗത്ത് ഈ മുൻകൂർ ജാമ്യാപേക്ഷ അടക്കമുള്ള കാര്യങ്ങൾ മുൻപോട്ട് പോവുകയും ചെയ്യുകയാണ്. ഏതായാലും ഈ സംഭവം അത് കേരളത്തിൽ മാത്രമല്ല, അത് ദേശീയ തലത്തിൽ തന്നെ അത് ചർച്ച ചെയ്യപ്പെട്ടു എന്നതാണ്. പ്രത്യേകിച്ച് അതിൻ്റെ ഒരു സാഹചര്യമാണ് അതിനെ ഈ രീതിയിലേക്ക് എത്തിക്കുകയും ചെയ്യുന്നത്. ഇപ്പോഴത്തെ സാഹചര്യം താനത് ഉൾക്കൊണ്ടില്ല, താനത് പരിഗണിക്കേണ്ടതായിരുന്നു, പെട്ടെന്ന് ഓർമ്മയിൽ വന്നില്ല. ആ ഒരു തെറ്റിന് വലിയ രീതിയിൽ തന്നെയാണ് ഇപ്പോൾ ഇതാൽ കുറ്റമായിട്ട് മാറിയിട്ടുള്ളത്. ഇപ്പോൾ അവർ മാപ്പ് പറയുന്നുണ്ട്. പക്ഷേ അത് പോലീസ് അതിൻ്റെ കേസും അതിൻ്റെ നാൾവഴികളും ഇതെല്ലാം പരിഗണിച്ച് തന്നെ മാത്രമേ മുന്നോട്ട് പോകാനായിട്ട് സാധിക്കൂ. ഈ ജീസസ് ജനറേഷൻ അതൊരു പ്രൊട്ടസ്റ്റന്റ് വിഭാഗത്തിൽപ്പെട്ട ഒരു സഭയാണെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇവരുടെ ഒരു പശ്ചാത്തലം എന്താണ്? പ്രത്യേകിച്ച് ആ പ്രാർത്ഥനാ കൂട്ടായ്മയിൽ നിരവധി ആളുകൾ പങ്കെടുത്തിട്ടുണ്ട്. മറ്റ് സഭകളുടെയും, അതായത് മറ്റ് പ്രൊട്ടസ്റ്റന്റ് സഭകൾ, IPC ഉൾപ്പെടെയുള്ള മറ്റ് പ്രൊട്ടസ്റ്റന്റ് സഭകളുടെയും പാസ്റ്റർമാർ ചടങ്ങിലെത്തിയിരുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. മാത്രമല്ല ഈ പാസ്റ്റർ ദീപു പറയുന്നതനുസരിച്ച് എല്ലാ മാസവും ഇതുപോലെ പ്രാർത്ഥനാ കൂട്ടം വിവിധ ലോകരാജ്യങ്ങളുടെ സമാധാനത്തിന് വേണ്ടി പ്രാർത്ഥനാ കൂട്ടായ്മ സംഘടിപ്പിക്കുന്നുണ്ടെന്ന് പറയുന്നുണ്ടല്ലോ. അതിൻ്റെയൊക്കെ വസ്തുത എന്താണ്? ഇവർ അവകാശപ്പെടുന്നത് ഈ രീതിയിലുള്ള പ്രാർത്ഥനാ യജ്ഞങ്ങൾ നടത്തുന്നുണ്ട്. അതാ ഇപ്പോൾ വിദ്യാരംഭത്തിലേക്ക് കടന്നപ്പോൾ, അതായത് സ്കൂൾ പ്രവേശന വർഷത്തിലേക്ക് വന്നപ്പോൾ കുട്ടികൾക്ക് വേണ്ടി, അവരുടെ പഠനത്തിന് വേണ്ടിയെല്ലാം തന്നെ തങ്ങൾ പ്രാർത്ഥിക്കാറുണ്ട് എന്ന് പറയുന്നു. അതോടൊപ്പം തന്നെയാണ് ലോകസമാധാനത്തിൻ്റെ കാര്യം വരുമ്പോൾ തന്നെയും വലിയ രീതിയിലുള്ള കലുഷിതമാകുന്ന സാഹചര്യങ്ങളെമ്പാടും നിലനിൽക്കുമ്പോൾ അതിനെല്ലാം ഒരു ശാന്തി വരത്തട്ടെ എന്നെല്ലാം തന്നെ കരുതിക്കൊണ്ടാണ് തങ്ങൾ ഇത്തരം കാര്യങ്ങളിലേക്ക് പോകുന്നതെന്ന് അവർ പറയുന്നു. ഇതിനു വേണ്ടിയാണ് ഏതാണ്ട് ഒരു വർഷം മുൻപായിട്ട് ഈ ഫ്ലാഗുകൾ ഇവിടേക്ക് എത്തിക്കുകയും ചെയ്തിരുന്നത്. അന്ന് മുതൽ തുടങ്ങുന്ന പ്രാർത്ഥനകൾ വിവിധ സമയങ്ങളിലായിട്ട് നടത്താറുണ്ട് എന്നതെല്ലാം അവർ ചൂണ്ടിക്കാണിക്കുകയും ചെയ്യുന്നുണ്ട്. പക്ഷേ ഇതിന് ഈ വിശദീകരണങ്ങൾ മതിയാകുമോ എന്നതാണ് ആ ഒരു ചോദ്യമാണ് അവശേഷിക്കുന്നത്. അവിടെ നടത്തിയ പ്രാർത്ഥനയിൽ വിവിധ സഭകളും കൂട്ടായ്മകളെല്ലാം കേന്ദ്രീകരിച്ച പാസ്റ്റർമാരാണ് കൂടുതലായിട്ടും ഇതിലേക്ക് പങ്കെടുക്കുകയും ചെയ്തത്. അവരെ ഓരോ ഫ്ലാഗും ചേർത്ത് പിടിച്ചുകൊണ്ട് ഓരോ രാജ്യത്തിനെയും പതാകകൾ ചേർത്ത് പിടിച്ചിട്ടുള്ള പ്രാർത്ഥനകളും കാര്യങ്ങളും എല്ലാമായിരുന്നു അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അവരൊരു രീതിയും കാര്യങ്ങളെല്ലാം വെച്ച് അങ്ങനെയൊക്കെയാണ് അവർ പ്രാർത്ഥിക്കുകയും എല്ലാം തന്നെ ചെയ്തത്. ആ ദൃശ്യങ്ങൾ തന്നെയാണ് പിന്നീട് പുറത്തു വരികയും ഇത് ആരാധനയ്ക്ക് വേണ്ടി ഉപയോഗിച്ചു എന്ന രീതിയിലെല്ലാം തന്നെ ഈ പരാതി ഉയരുകയും എല്ലാം ചെയ്തത്. എന്തായാലും ഈ കാര്യത്തിൽ കൃത്യമായ രീതിയിലുള്ള വിശദീകരണങ്ങൾ ഉണ്ടാവണം. കാരണം ഇത് അല്ലായെങ്കിൽ അത്
നടപടികളുമായിട്ട് തന്നെ മുന്നോട്ട് പോകേണ്ട കാര്യം തന്നെയാണ്. ടോം, വ്യക്തമാണ്. കൊച്ചിയിൽ നിന്ന് ഡാനി പോളാണ് വിവരങ്ങൾ നൽകിയത്. നടൻ കൃഷ്ണകുമാറിന്റെ മകൾ ദിയ കൃഷ്ണയുടെ സ്ഥാപനത്തിലെ സാമ്പത്തിക തട്ടിപ്പ് കേസിൽ നിർണായക വഴിത്തിരിവ്. ആരോപണ വിധേയരായ ജീവനക്കാരുടെ ബാങ്ക് സ്റ്റേറ്റ്മെന്റ് പരിശോധിക്കുന്നതിനിടെ അക്കൗണ്ടുകളിലേക്ക് 1/2 കോടിയിലേറെ രൂപ എത്തിയിട്ടുണ്ടെന്ന് വ്യക്തമാക്കുന്ന തെളിവുകൾ പോലീസിന് ലഭിച്ചു. അതേസമയം വിശദമായ മൊഴി രേഖപ്പെടുത്താൻ മ്യൂസിയം പോലീസ് സ്റ്റേഷനിൽ ഹാജരാകാൻ സ്ഥാപനത്തിലെ 3 വനിതാ ജീവനക്കാരോട് പലതവണ ആവശ്യപ്പെട്ടിട്ടും ഇതുവരെയും മൊഴി നൽകാൻ ഇവർ തയ്യാറായിട്ടുമില്ല. വിവരങ്ങളുമായി ഡാൻ കുര്യൻ ചേരുന്നുണ്ട്. ഡാൻ, തുടക്കത്തിൽ പല രീതിയിലുള്ള സംശയങ്ങൾ അല്ലെങ്കിൽ ആരോപണ നിഴലിലായിരുന്നു കൃഷ്ണകുമാറെങ്കിൽ ഇക്കാര്യത്തിലൊരു വ്യക്തത വരികയാണോ? അതായത് സാമ്പത്തിക തട്ടിപ്പ് നടന്നിട്ടുണ്ട്, അതിന് പിന്നാലെ ആ കേസിൽ നിന്നും രക്ഷപ്പെടാൻ വേണ്ടി അല്ലെങ്കിൽ ആ കേസ് അട്ടിമറിക്കാൻ വേണ്ടി ഉണ്ടാക്കിയെടുത്ത കള്ള പരാതികളാണ്, കള്ളക്കഥകളാണ് ഈ ജീവനക്കാർ നൽകിയത്. ഈ ജീവനക്കാർ പോലീസിന് മുൻപാകെ അല്ലെങ്കിൽ മാധ്യമങ്ങൾക്ക് മുൻപാകെ പറഞ്ഞതെന്നാണോ മനസ്സിലാക്കേണ്ടത്? ആ ദിശയിലേക്ക് തന്നെയാണ് അന്വേഷണം ഇപ്പോൾ നീളുന്നത്. കാരണം ഇതുമായി ബന്ധപ്പെട്ട ഒരു തട്ടിപ്പ് നടന്നിട്ടുണ്ട് എന്ന കാര്യം പോലീസിന് ആദ്യം തന്നെ ബോധ്യപ്പെട്ടിരുന്നു. പക്ഷേ അതിന്റെ വ്യാപ്തി എത്രത്തോളമാണ്? കൃഷ്ണകുമാറും മകളും ഈ സ്ഥാപനത്തിന്റെ ഉടമയുമായ ദിയ കൃഷ്ണയും ആരോപിക്കുന്ന പോലെ 69 ലക്ഷം രൂപയുടെ ട്രാൻസാക്ഷൻ അങ്ങനെ നടന്നിട്ടുണ്ടോ? അങ്ങനെ QR കോഡ് മാറ്റി ഇത്രയധികം ലക്ഷം രൂപയുടെ തട്ടിപ്പ് എങ്ങനെ നടക്കും എന്നതൊക്കെയായിരുന്നു പോലീസിന് മുമ്പിലും ഉത്തരം കിട്ടാതെ തുടരുന്ന ഒരു ചോദ്യം. അതിനിടയിലാണ് ഈ 3 ആരോപണ വിധേയരായ വനിതാ ജീവനക്കാർ താമസിച്ചിരുന്ന വലിയതുറയിൽ അവരുടെ വീടുകളിൽ പോലീസ് സംഘം എത്തിയത്. അതിനുശേഷം അവിടെ നിന്ന് ഇവരുടെ ബാങ്ക് അക്കൗണ്ടുകളുള്ള സ്റ്റേറ്റ് ബാങ്കിന്റെ ശാഖയിൽ അവരെത്തി. അവിടെ നിന്നാണ് ഈ ബാങ്ക് ട്രാൻസാക്ഷൻ ഹിസ്റ്ററി, അതായത് കഴിഞ്ഞ ജൂലൈ മാസം മുതൽ 2024 ജൂലൈ മാസം മുതൽ 11 മാസത്തെ അവരുടെ സാമ്പത്തിക ഇടപാടുകളുടെ രേഖകൾ കൃത്യമായി അന്വേഷണ സംഘം കൈക്കലാക്കി. തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് 3 പേരുടെയും ബാങ്ക് അക്കൗണ്ടുകളിലൂടെ 66 ലക്ഷം രൂപയുടെ ഇടപാടുകൾ നടന്നിട്ടുണ്ട് എന്ന് വ്യക്തമാക്കുന്ന തെളിവുകൾ അന്വേഷണ സംഘത്തിന് ലഭിച്ചത്. അതേ തുടർന്നാണ് ഇതുമായി ബന്ധപ്പെട്ട്, അതായത് ഇതിൽ ഓരോരുത്തർക്കും എത്രയധികം വീതം കിട്ടിയിട്ടുണ്ട്, അതോടൊപ്പം ഇവർക്ക് ലഭിച്ചത് ശമ്പളവും ഇതേ അക്കൗണ്ടിലാണ് ക്രെഡിറ്റ് ആയിരുന്നത്. അതുകൊണ്ട് അതങ്ങ് മാറ്റി നിർത്തിയിട്ട് QR കോഡ് വ്യാജമായി ഉപയോഗിച്ചുകൊണ്ട് സ്വന്തം അക്കൗണ്ടുകളിലേക്ക് ഈ വരുമാനമായി ലഭിക്കേണ്ടിരുന്ന എത്ര തുക, സ്ഥാപനത്തിൽ ലഭിക്കേണ്ടിരുന്ന എത്ര തുക ഈ ജീവനക്കാർ അവരുടെ തന്നെ അക്കൗണ്ടിലേക്ക് വകയിരുത്തി. ഈ കാര്യങ്ങളിൽ വിശദമായ ഒരു അന്വേഷണം വേണമെന്നാണ് അന്വേഷണ സംഘം വ്യക്തമാക്കുന്നത്. അതോടൊപ്പം എടുത്തു പറയേണ്ട കാര്യം, ഈ പരാതി ഉയർന്നതിന് പിന്നാലെയായിരുന്നു കൃഷ്ണകുമാർ തട്ടിക്കൊണ്ടുപോകാൻ ശ്രമിച്ചു, ജാതി പരാമർശം നടത്തി ആക്ഷേപിച്ചു തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉന്നയിച്ചുകൊണ്ട് ഗുരുതരമായ വകുപ്പുകൾ ചുമത്തി കൃഷ്ണകുമാറിനെതിരെ കൌണ്ടർ കേസ് രജിസ്റ്റർ ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. അതിൽ അന്വേഷണം പോലീസ് ആരംഭിക്കുന്നതിന്റെ ഭാഗമായാണ് ഈ പരാതിക്കാരായ 3 പേരുടെയും മൊഴിയെടുക്കാനുള്ള നീക്കം നടത്തിയത്. പക്ഷേ ഇതിൽ 2 പേരോട് ആവർത്തിച്ച് മ്യൂസിയം പോലീസ് സ്റ്റേഷനിൽ ഹാജരാകാൻ ആവശ്യപ്പെട്ടിട്ടും ഈ 2 പേരും മൊഴിയെടുക്കാൻ ഹാജരായില്ല. അതേ തുടർന്ന് ഇന്നലെ പോലീസ് സംഘം ഇവരുടെ വീടുകളിൽ എത്തുകയായിരുന്നു. പക്ഷേ വീടുകളിൽ എത്തുമ്പോഴും ഈ 2 പേരും അവിടെ ഉണ്ടായിരുന്നില്ല. അതിനുശേഷം ഇവരുടെ മൊബൈൽ ഫോണുകളിൽ ബന്ധപ്പെടാൻ ശ്രമിച്ചപ്പോൾ ബെല്ലടിക്കുന്നതല്ലാതെ മറ്റ് ഒരു പ്രതികരണങ്ങളും തിരിച്ച് അന്വേഷണ സംഘത്തിന് ലഭിക്കുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് അവർ ഈ വീഡിയോ ദൃശ്യങ്ങൾ, അതായത് ഈ കുറ്റസമ്മതം നടത്തുന്ന വീഡിയോ ദൃശ്യങ്ങൾ ദിയയുടെ സഹോദരി അഹാന കഴിഞ്ഞ ദിവസം പുറത്തുവിട്ടിരുന്നു. അതിന് പിന്നാലെ ഇവർ ഇവിടെ നിന്ന് മുങ്ങിയതാണോ എന്നൊരു സംശയമാണ് അന്വേഷണ സംഘത്തിന് മുമ്പിൽ ബാക്കിയാകുന്നത്. ഇവരെ കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ടുള്ള പരിശോധന ഇപ്പോൾ പുരോഗമിക്കുകയാണ് എന്നാണ് അറിയാൻ കഴിയുന്നത്. ഡാൻ സൂചിപ്പിച്ചതുപോലെ എന്തായാലും ഇവർ ഈ തെളിവുകളൊക്കെ ഇപ്പോൾ പോലീസിന് ലഭ്യമായതിൻ്റെ അടിസ്ഥാനത്തിൽ ഇനി പോലീസിന് മുൻപാകെ അത്ര എളുപ്പത്തിൽ ഇനി പോലീസിൻ്റെ മുന്നിൽ വന്ന് മൊഴി നൽകി പോകാനുള്ള സാധ്യതയില്ല. കാരണം ഇങ്ങനെ വ്യാജ പരാതി, അവിടെ ജാതീയമായി കാടിറക്കുന്നു, ഒരു സ്ത്രീ എന്ന രീതിയിൽ അവർക്ക് ലഭിക്കുന്ന നിയമപരമായിട്ടുള്ള പരിരക്ഷയെ ദുരുപയോഗം ചെയ്യുന്നു. അങ്ങനെ കൃഷ്ണകുമാറിനെ കള്ളക്കേസിൽ കൊടുക്കാൻ ശ്രമിക്കുന്നു. പോലീസിൻ്റെ കൃഷ്ണകുമാറിനെതിരായിട്ടുള്ള FIRൽ ഗുരുതരമായിട്ടുള്ള വകുപ്പുകളായിരുന്നല്ലോ ചുമത്തിയിരുന്നത്. കൃഷ്ണകുമാർ ഈ വനിതാ ജീവനക്കാരെ അവരുടെ ശരീരത്തിൽ കയറി പിടിച്ചു എന്ന രീതിയിലുള്ള ഏറ്റവും മോശമായ രീതിയിലുള്ള ആരോപണങ്ങളായിരുന്നു അവർ ഉന്നയിച്ചത്. ഇനി ആ കേസിൻ്റെ ഒരു ഗതി എന്തായിരിക്കും? പ്രത്യേകിച്ച് ഈ വനിതാ ജീവനക്കാർ നൽകിയ പരാതിയിൽ കൃഷ്ണകുമാറിനെതിരെ പോലീസിൻ്റെ നടപടി ഇനി മുന്നോട്ട് നീങ്ങുമോ? ഈ കൃഷ്ണകുമാർ ഇപ്പോഴും ആരോപിക്കുന്നത് ഈ 3 പേർക്ക് പിന്നിൽ മറ്റാരോ ഉണ്ട്. അതല്ലാണ്ട് ഈ 3 യുവതികൾ വിചാരിച്ചാൽ ഇങ്ങനെയൊരു കാര്യം കെട്ടിച്ചമയ്ക്കാനാവില്ല. അതാരാണ് എന്ന് കണ്ടെത്തണം എന്ന ആവശ്യം ആദ്യഘട്ടം മുതൽ കൃഷ്ണകുമാർ മുമ്പോട്ട് വെക്കുന്നുണ്ടായിരുന്നു. ഇക്കാര്യം മാധ്യമങ്ങളുടെ അദ്ദേഹം വ്യക്തമാക്കുകയും ചെയ്തു.
പോലീസ് സംഘത്തോടും അദ്ദേഹം അത് ആവർത്തിച്ചിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ആ ദിശയിലേക്ക് അന്വേഷണം നീളാനാണ് സാധ്യത. അങ്ങനെയാണെങ്കിൽ ഈ 3 പേരെ കൊണ്ട് ഇങ്ങനെ ഒരു ഗൂഢാലോചന നടത്തിച്ചതിന് പിന്നിൽ, അല്ലെങ്കിൽ ഇത് ഈ കേസിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഒരു നീക്കത്തിന്റെ ഭാഗമായിട്ടാണോ, അതിനപ്പുറത്തേക്ക് കൃഷ്ണകുമാറിനെ തേജോവധം ചെയ്യുന്നതിന് വേണ്ടി ബോധപൂർവമായ ഒരു നീക്കം ഇവരുടെ ഭാഗത്ത് നിന്ന് മറ്റാരുടെയെങ്കിലും പ്രേരണയുടെ ഫലമായി ഉണ്ടായിട്ടുണ്ടോ? ഈ കാര്യങ്ങളൊക്കെ ഇനി അന്വേഷണം നടക്കേണ്ടതുണ്ട്. ആദ്യം രജിസ്റ്റർ ചെയ്യപ്പെട്ടിരിക്കുന്ന കേസ് FIR അത് കൃഷ്ണകുമാർ നൽകിയ പരാതിയിലാണ്. അതുകൊണ്ട് തന്നെ അതുമായി ബന്ധപ്പെട്ട പോലീസിന് ഈ ആരോപണ വിധേയരായ യുവതികളെ വിശദമായി ചോദ്യം ചെയ്യേണ്ടതുണ്ട്. ഈ ഒരു ഘട്ടത്തിൽ കൌണ്ടർ കേസുമായി ബന്ധപ്പെട്ടാണ് അവരുടെ മൊഴിയെടുക്കാൻ ശ്രമിച്ചെങ്കിലും അവർ ഹാജരാകാതിരുന്ന ഒരു സാഹചര്യം നിലവിലുണ്ട്. അതാണ് സംശയം വർദ്ധിപ്പിച്ചത്. അതുകൊണ്ട് തന്നെ ഇനി അവർ ഹാജരാകാൻ എത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായാലും ഈ കൌണ്ടർ കേസിന്റെ നടപടികളിൽ അവരെ ഭാഗമാക്കുന്നതിനപ്പുറത്തേക്ക് ഈ കൃഷ്ണകുമാർ നൽകിയിരിക്കുന്ന പരാതിയിലെ ആരോപണങ്ങൾ യാഥാർത്ഥ്യമാണ് എന്ന് ബോധ്യപ്പെടുന്ന തെളിവുകൾ പുറത്തുവരുന്ന ഒരു പശ്ചാത്തലത്തിൽ അതുമായി ബന്ധപ്പെട്ട തുടർ നിയമ നടപടികളിലേക്ക് പോലീസ് കടന്നേക്കും എന്ന് തന്നെയാണ് സൂചന. വ്യക്തമാണ്. ദിയാകൃഷ്ണയുടെ നടൻ കൃഷ്ണകുമാറിൻ്റെ മകൾ ദിയാകൃഷ്ണയുടെ സ്ഥാപനത്തിലെ സാമ്പത്തിക തട്ടിപ്പുമായി ബന്ധപ്പെട്ട കേസിലാണ് നിർണായകമായ വഴിത്തിരിവുണ്ടായിരിക്കുന്നത്. വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയിലേക്കാണ് സ്പോട്ട് ലൈവിന് പോകുന്നത്. കൊച്ചിക്ക് സമീപം കടലിൽ കപ്പൽ മുങ്ങിയ സംഭവത്തിൽ കേസെടുത്ത് പോലീസ്. MSC എൽസ കമ്പനിയുടെ ഉടമ, കപ്പലിൻ്റെ ക്യാപ്റ്റൻ, കപ്പലിലെ ജീവനക്കാരെ എന്നിവരുൾപ്പെടെ ആണ് പ്രതി ചേർത്തിരിക്കുന്നത്. നേരത്തെ നിയമ നടപടിക്കില്ലെന്നായിരുന്നു കേരളത്തിൻ്റെ നിലപാട്. വിവരങ്ങളുമായി ആജ്ഞ രവീന്ദ്രൻ ചേർന്നുണ്ട്. ആജ്ഞ, നേരത്തെ സംസ്ഥാന സർക്കാർ ഈ കപ്പലിനെതിരെ കേസെടുക്കേണ്ട എന്നൊരു നിലപാടിലായിരുന്നു. ഇപ്പോൾ എന്തുകൊണ്ടാണ് ഇത്തരമൊരു തിടുക്കപ്പെട്ടുള്ളൊരു നീക്കം, ഈ പോലീസ് കപ്പലിനെതിരെ കേസെടുത്തിരിക്കുന്നത്? കഴിഞ്ഞ ദിവസങ്ങളിൽ അങ്ങേ വലിയ വിമർശനമായിരുന്നു സംസ്ഥാന സർക്കാർ ഈ MSC എൽസ 3 എന്ന കപ്പൽ മുങ്ങിയതുമായി ബന്ധപ്പെട്ട് കേസെടുത്തില്ല, കപ്പൽ അപകടവുമായി ബന്ധപ്പെട്ട് കേസെടുത്തില്ല, പകരം ക്ലെയിം മതി എന്നൊരു നിലപാടിലെത്തിയതിന് വളരെ വലിയ വിമർശനമായിരുന്നു ഉന്നയിച്ചിരുന്നത്. വളരെ വലിയ വിമർശനമായിരുന്നു സർക്കാർ ഏറ്റുവാങ്ങേണ്ടി വന്നത്. അത് വിഴിഞ്ഞം ഗ്രൂപ്പുമായി അല്ലെങ്കിൽ വിഴിഞ്ഞ തുറമുഖവുമായി ബന്ധപ്പെട്ട് അവരുമായി വളരെ അടുത്ത ടീമായതുകൊണ്ടാണ് MSC എൽസ 3-ക്കെതിരെ കേസെടുക്കട്ടെ എന്നൊരു നിലപാടിലേക്ക് എത്തിയത് എന്നാണ് സർക്കാർ നൽകിയ വിശദീകരണം. അതായിരുന്നു സർക്കാരിന്റെ വാദമുഖം അതായിരുന്നു. പക്ഷേ അതിനെതിരെ വലിയ വിമർശനമായിരുന്നു. കാരണം ഇത്രയധികം ആളുകളെ പാനിക്കാക്കുകയും ഇത്രയധികം പാരിസ്ഥിതിക പ്രശ്നങ്ങൾ തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഉണ്ടാവുകയും 13 കണ്ടെയ്നറുകളിൽ അത്ര നല്ലതല്ലാത്തത് രാസവസ്തുക്കൾ, ഹാമാകുന്ന രാസവസ്തുക്കൾ ഉൾപ്പെടെയുള്ളവ വഹിച്ചുകൊണ്ട് വന്നിരുന്ന ഒരു കണ്ടെയ്നർ മുങ്ങുകയും അങ്ങനത്തെ ഒരു കപ്പലിനെതിരെ കേസ് എടുക്കാതിരുന്ന ഒരു സാഹചര്യം വളരെ വിമർശനാത്മകമായത് കണ്ടിരുന്നത്. അതേസമയം ഇപ്പോൾ കൊച്ചി കോസ്റ്റൽ പോലീസാണ്, പോലീസ് സ്റ്റേഷനിൽ നിന്നാണ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. 282, അതായത് BNS 282, 285, 286, 87, 88 3-5 വകുപ്പുകൾ അനുസരിച്ചിട്ടാണ് കേസ് എടുത്തിട്ടുള്ളത്. ഇത് ഈ 282 മുതൽ അങ്ങോട്ടുള്ള വകുപ്പുകൾ നാവിഗേഷനുമായി ബന്ധപ്പെട്ടുള്ളതാണ്. അതായത് കപ്പൽ നിയന്ത്രണവുമായി ബന്ധപ്പെട്ട് അങ്ങേയറ്റം നെഗ്ലിജൻസ് കാണിച്ചത് കൊണ്ടാണ് അങ്ങനെ ഒരു അപകടത്തിൽപ്പെട്ടത്. അത്തരം നെഗ്ലിജൻസ് ഉണ്ടാവുകയാണെങ്കിൽ, നിരുത്തരവാദപരമായി പെരുമാറുന്ന സാഹചര്യത്തിൽ, അത് അപകടത്തിൽപ്പെടുന്ന സാഹചര്യത്തിൽ 282 വകുപ്പ് ചുമത്തുകയും അത് ഇംപ്രിസൺമെന്റ്, ജയിൽ ശിക്ഷ ഉൾപ്പെടെ ലഭിക്കാവുന്ന വകുപ്പാണ്. ഇനി MSC എൽസ കൊച്ചിക്ക് സമീപം കടലിൽ കപ്പൽ മുങ്ങിയ സംഭവത്തിലാണ് കപ്പലിന്റെ ക്യാപ്റ്റൻ, ഉടമ ഉൾപ്പെടെയുള്ളവർക്കെതിരെ പോലീസ് കേസെടുത്തിരിക്കുന്നത്. അജ്ഞ, എന്തായാലും കേസെടുത്തിരിക്കുന്നു. ഈ 3 പേരെ പ്രതിപ്പട്ടികയിൽ ചേർത്തിട്ടുണ്ട്. ഇനി അടുത്ത നീക്കം, പോലീസിന്റെ അടുത്ത നീക്കം എന്തായിരിക്കും? ഞാൻ പറഞ്ഞല്ലോ, 282 വകുപ്പ് മുതൽ 288 വരെയുള്ള വകുപ്പുകളാണ് ഇതുമായി ബന്ധപ്പെട്ട കോസ്റ്റൽ പോലീസ് ചുമത്തിയിരിക്കുന്നത്. ഈ ഫോർട്ട് കൊച്ചി കോസ്റ്റൽ പോലീസ് സ്റ്റേഷനിലാണ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. ഇതുമായി ബന്ധപ്പെട്ട ഇനി തുടർ നടപടികൾ, അതായത് ഈ ഇത്രയധികം ഈ പറഞ്ഞതുപോലെ 13 കണ്ടെയ്നറുകളിലാണ് ദോഷകരമായ വസ്തുക്കൾ ഉൾപ്പെടെയുള്ള കെമിക്കലുകൾ ഉൾപ്പെടെയുള്ളവ ഉണ്ടായിരുന്നത് എന്ന് വ്യക്തമാക്കുന്ന സാഹചര്യം, അത് മത്സ്യത്തൊഴിലാളികളെ ഉൾപ്പെടെയുള്ള ആളുകളെ ബാധിച്ചിരുന്ന സാഹചര്യം, ഇതുമായി ബന്ധപ്പെട്ട അവരെ ഈ ട്രോളിംഗ് അല്ലാതെ തന്നെ അവരെ കടലിൽ നിന്ന് മാറ്റി നിർത്തിയിരുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടായിരുന്നു കപ്പൽ അപകടത്തിൽപ്പെട്ടപ്പോൾ. ആ സമയത്തും നമ്മൾ ഈ നേവി നടത്തിയിരുന്ന വാർത്താ സമ്മേളനത്തിലും
ഇതുമായി ബന്ധപ്പെട്ട് ചോദിച്ചിരുന്ന ഷിപ്പ്യാർഡ് നടത്തുന്ന വാർത്താ സമ്മേളനത്തിലും ചോദിച്ചിരുന്നതാണ് ഇവരുടെ നഷ്ടപരിഹാര കാര്യങ്ങൾ എങ്ങനെയാണ് എന്ന് ചോദിച്ചപ്പോൾ ഇൻഷുറൻസ് കമ്പനിയുമായി വേണ്ട ചെയ്ത് ആലോചിച്ച് തീരുമാനമെടുക്കുമെന്നായിരുന്നു വ്യക്തമാക്കിയിരുന്നത്. അത്തരം കാര്യങ്ങളൊക്കെ, അതായത് അവർക്കുണ്ടായ നഷ്ടപരിഹാരങ്ങളൊക്കെ മീറ്റ് ചെയ്യേണ്ടുന്ന സാഹചര്യം ഉണ്ടാകും. അത് മാത്രമല്ല, ഇങ്ങനെ കേരള തീരത്തെ പാരിസ്ഥിതിക പ്രശ്നങ്ങൾ അങ്ങേയറ്റം പാനിക്കാകുന്ന തരത്തിലേക്ക് ആ അപകടത്തെ വരുത്തി വെച്ചത് അത് അങ്ങേയറ്റം നിരുത്തരവാദപരമായ നീക്കം കൊണ്ട് തന്നെയാണെന്നാണ് നിരീക്ഷണം. അങ്ങനെ നിരുത്തരവാദപരമായി കപ്പൽ ചാലിലൂടെ ഓടിച്ചു എന്നുള്ള കേസ് കൂടിയാണ് 282 എന്ന് പറയുന്ന വകുപ്പ് മെൻഷൻ ചെയ്തതാണ്. അതുകൊണ്ട് തന്നെ അത് ജയിൽ ശിക്ഷയും 10,000 കേസിൽ ഒന്നാം പ്രതി ഷിപ്പ് മാസ്റ്റർ, രണ്ടാം പ്രതി നേരത്തെ കേസ് വേണ്ടെന്ന നിലപാടിലായിരുന്നു സംസ്ഥാന സർക്കാർ. അതിനുശേഷമാണ് ഈ സംഭവം വിവാദമായതിന് പിന്നാലെയാണ് കേസെടുക്കാനുള്ള ഒരു നടപടിയിലേക്ക് പോലീസ് നീങ്ങിയത്. ആജ്ഞയിലേക്ക് വീണ്ടും ആജ്ഞ ഇവിടെ കേന്ദ്രമാണ്, അതായത് പ്രത്യേകിച്ച് ഈ കടലിൽ കപ്പൽ മുങ്ങിയ സംഭവത്തിൽ കേന്ദ്രം നടപടി സ്വീകരിക്കണമെന്നായിരുന്നു നേരത്തെ സംസ്ഥാന സർക്കാരിൻ്റെ നിലപാട്. മന്ത്രി VN വാസവൻ അടക്കം ഇക്കാര്യത്തിൽ നിലപാട് നേരത്തെ സംസ്ഥാന സർക്കാരിൻ്റെ നിലപാട് വ്യക്തമാക്കിയതാണ്. പിന്നീട് ഇപ്പോൾ ഇത് വിവാദമായതോടെയാണോ പോലീസ് ഇത് കേസെടുക്കാനുള്ള ഒരു തീരുമാനത്തിലേക്ക് നീങ്ങിയത്? ഏതൊക്കെ വകുപ്പുകളാണ് അത്? പ്രത്യേകിച്ച് FIR-ൽ എന്തൊക്കെ കാര്യങ്ങളാണ് ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത്? ഈ മനുഷ്യ ജീവന് അപായമുണ്ടാക്കുന്ന രീതിയിൽ കപ്പൽ കൈകാര്യം ചെയ്തു എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ FIR-ൽ പറയുന്നുണ്ടല്ലോ. തീർച്ചയായിട്ടും അതാണ് കേട്ടോ ഞാൻ പറഞ്ഞ 282 വകുപ്പ് അതാണ് മെൻഷൻ ചെയ്തത്. 282 BNS 282, 285, 86, 87, 288 തുടർന്നുള്ള ഈ വകുപ്പുകളെല്ലാം നാവിഗേഷനുമായി ബന്ധപ്പെട്ടുള്ള അപായങ്ങളും കുറ്റകൃത്യങ്ങളുമാണ് സൂചിപ്പിക്കുന്നത്. അതുമായി ബന്ധപ്പെട്ട് ടോം സൂചിപ്പിച്ചതുപോലെ ആളുകൾക്ക് പരിസ്ഥിതിക്ക് ഒക്കെ ഹാനികരമാകുന്ന രീതിയിൽ കപ്പൽ ഓടിച്ചു, അത്തരം നാശനഷ്ടങ്ങൾ ഉണ്ടാക്കുന്ന രീതിയിൽ കപ്പൽ ഓടിച്ചു, അത് നെഗ്ലിജൻസ് ആണ്. അതിനാണ് ഈ കേസ് എടുത്തിരിക്കുന്നത്. കപ്പൽ ഉടമയാണ് കേസിലെ ഒന്നാം പ്രതി, രണ്ടാം പ്രതി കപ്പൽ അതുമായി ബന്ധപ്പെട്ട അവരുടെ മാനേജറാണ് രണ്ടാം പ്രതി, ക്യാപ്റ്റനാണ് രണ്ടാം പ്രതി. മൂന്നാം പ്രതികളായിട്ട് കപ്പലിലെ ക്രൂ മുഴുവൻ ഉൾപ്പെടുത്തിയിട്ടാണ് മൂന്നാം പ്രതികളായി കപ്പലിലെ മുഴുവൻ ക്രൂവിനെയും ഉൾപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ളതാണ്. FIR-ൽ 3 പ്രതികളെയാണ് സൂചിപ്പിച്ചിരിക്കുന്നത്. ഈ ഞാൻ പറഞ്ഞതുപോലെ 282 മുതൽ 288 വരെയുള്ള വകുപ്പുകളാണ് ചുമത്തിയിട്ടുള്ളത്. ഈ നേരത്തെ തന്നെ സൂചിപ്പിച്ചതുപോലെ വിഴിഞ്ഞവുമായി ബന്ധപ്പെട്ട് ഈ കപ്പൽ ഉടമകൾക്ക് അവരുമായി ബന്ധപ്പെട്ട ആളുകളാണ്. അതുകൊണ്ട് കേസിനും ഇതിനും ഒന്നും നിൽക്കണ്ട എന്നുള്ള നിലപാടിലേക്കായിരുന്നു സർക്കാർ പോയിരുന്നത്. അതുകൊണ്ട് തന്നെ ഇതിന് ക്ലെയിം മതി അല്ലെങ്കിൽ നഷ്ടപരിഹാരം മതി എന്നുള്ളൊരു നിലപാടിലേക്ക് സർക്കാർ എത്തിയത് വലിയ വിമർശനമായിരുന്നു ഉയർന്നിരുന്നത്. കഴിഞ്ഞ ദിവസം കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി സംസാരിച്ചപ്പോഴും അത് സംസ്ഥാനത്തിന്റെ തീരുമാനമാണ്, എന്തുകൊണ്ടാണ് കേസെടുക്കാത്തത് എന്നുള്ള ചോദ്യം സംസ്ഥാനത്തോട് ആണ് ചോദിക്കേണ്ടത് എന്നുള്ള ഒരു കാര്യം കൂടിയുണ്ട്. കാരണം ഇവിടെ ഈ കൊച്ചിയിൽ നിന്നും 72 കിലോമീറ്റർ അകലം സൗത്ത് വെസ്റ്റ് എന്നാണ് പോലീസ് സ്റ്റേഷനിൽ FIR-ൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. കൊച്ചി തീരത്തു നിന്നും ഇത്ര അടുത്ത്, കേരള തീരത്തു നിന്നും ഇത്ര അടുത്തുണ്ടായ അപകടത്തിൽ എന്തുകൊണ്ടാണ് സംസ്ഥാന സർക്കാർ അതും ഇത്രയധികം വിമർശനമുണ്ടായിട്ടും വിമർശനമുണ്ടാക്കി ഇത്രയധികം ചർച്ച ചെയ്യപ്പെട്ട ആളുകളെ ഇത്രയധികം പാനിക്കാക്കിയിരുന്ന ഒരു അപകടത്തിൽ ഇങ്ങനെ നിസ്സാരമായൊരു നിലപാട് എന്തുകൊണ്ടാണ് കപ്പൽ കമ്പനിക്ക് എതിരെ എടുത്തത് എന്നുള്ള ചോദ്യം അങ്ങേയറ്റം വിമർശനാത്മകമായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് MSC എൽസ 3 എന്ന് പറയുന്ന കപ്പൽ മുങ്ങിയപ്പോൾ അതുമായി ബന്ധപ്പെട്ടുണ്ടായ നഷ്ടപരിഹാരം മാത്രമാണ് സർക്കാർ ചോദിച്ചത്. കേസ് എടുത്തിരുന്നില്ല, അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട നടപടികൾ പ്രത്യേകിച്ചും BNS-ൽ ഇത്രയധികം വകുപ്പുകൾ നാവിഗേഷനുമായി ബന്ധപ്പെട്ടുണ്ടായിരുന്നപ്പോൾ എന്തുകൊണ്ടാണ് സർക്കാർ അങ്ങനെ ഒരു നടപടിയിലേക്ക് പോകാതിരുന്നത് എന്നുള്ളത് അങ്ങേയറ്റം വിമർശനാത്മകമായിരുന്നു. അതുകൊണ്ട് തന്നെ ആയിരിക്കാം ഒരുപക്ഷേ ഈ വിമർശനങ്ങൾക്ക് മറുപടി എന്നുള്ള നിലയിൽ, അല്ലെങ്കിൽ വിമർശനങ്ങൾ കൊണ്ടായിരിക്കാം സംസ്ഥാന സർക്കാർ ഇപ്പോൾ കേസെടുക്കാനുള്ള നടപടിയിലേക്ക് തുടങ്ങി. എന്തായാലും കോസ്റ്റൽ പോലീസ് ഈ ഫോർട്ട് കൊച്ചി കോസ്റ്റൽ പോലീസ് FIR രജിസ്റ്റർ ചെയ്തിട്ടുള്ള കേസിൽ അത് ഈ അങ്ങേയറ്റം അശ്രദ്ധയോടുകൂടി കപ്പൽ ഓടിച്ചു, നെഗ്ലിജൻസ് ആണ്, പ്രത്യേകിച്ച് മനുഷ്യജീവനും പരിസ്ഥിതിക്കും പ്രശ്നമുണ്ടാകുന്ന തരത്തിൽ കപ്പൽ അപകടമുണ്ടാക്കി, അപകടത്തിൽപ്പെടുത്തി എന്നുള്ള വകുപ്പുകൾ ചേർത്തിട്ടാണ്, അതിനുള്ള ശിക്ഷകൾ വരുന്ന വകുപ്പുകൾ ചേർത്തിട്ടാണ് കേസെടുത്തിട്ടുള്ളത് കേട്ടോ. ആജ്ഞ സൂചിപ്പിച്ചതുപോലെ MSC എൽസ 3 എന്ന ചരക്ക് കപ്പലിനുള്ളിൽ കണ്ടെയ്നറുകളിൽ എളുപ്പത്തിൽ തീപിടിക്കാൻ സാധ്യതയുള്ള ചരക്കുകളും സ്ഫോടക വസ്തുക്കളും ഉണ്ടെന്ന അറിവ് നിലനിൽക്കെ പ്രതികൾ മനുഷ്യജീവനും സ്വത്തിനും അപകടമുണ്ടാക്കും വിധം ഈ കപ്പൽ കൈകാര്യം ചെയ്തു. അതുവഴി കപ്പൽ സഞ്ചാരമാർഗം അപകടത്തെ തുടർന്ന് ഈ കപ്പലിൽ ഉണ്ടായിരുന്ന കണ്ടെയ്നറുകളിൽ നിന്നും വിനാശകരമായിട്ടുള്ള പ്ലാസ്റ്റിക് അവശിഷ്ടങ്ങളും മറ്റും
പുറന്തള്ളപ്പെട്ടത് മൂലം പരിസ്ഥിതിക്ക് പ്രശ്നങ്ങൾ ഉണ്ടായി. കൂടാതെ പരമ്പരാഗത മത്സ്യബന്ധന മേഖലയെ പ്രതികൂലമായി ബാധിച്ച് മത്സ്യത്തൊഴിലാളികൾക്ക് ലക്ഷക്കണക്കിന് രൂപയുടെ നാശനഷ്ടം ഉണ്ടാകുവാനും ഈ അപകടം ഇടയാക്കി ഉൾപ്പെടെയുള്ള കാര്യങ്ങളാണ് എഫ്ഐആറിൽ ചൂണ്ടിക്കാണിക്കുന്നത്. ആജ്ഞ, എന്തായാലും ഗുരുതരമായിട്ടുള്ള വകുപ്പുകൾ ഇവിടെ ഉണ്ട്. ഈ ഒരു വിഷയത്തിൽ പ്രത്യേകിച്ച് ഇത്രയും ദിവസങ്ങളായി ഈ അപകടം നടന്നിട്ട് ഈ പോലീസിനെ കൂടാതെ, പ്രത്യേകിച്ച് കോസ്റ്റൽ പോലീസാണ് ഇപ്പോൾ കേസെടുത്തിരിക്കുന്നത്, പോലീസിനെ കൂടാതെ ഇനി നേരത്തെ സംസ്ഥാന സർക്കാർ സൂചിപ്പിച്ചതുപോലെ കേന്ദ്രത്തിൻ്റെ ഭാഗത്തു നിന്ന് ഏതെങ്കിലും രീതിയിലുള്ള നിയമ നടപടി കപ്പലിനെതിരെ ഉണ്ടാകുമോ, കപ്പൽ ഉടമകൾക്കെതിരെ ഉണ്ടാകുമോ? ഭാരതീയ ന്യായസംഹിത അനുസരിച്ചിട്ടാണ് നിലവിൽ കേസെടുത്തിട്ടുള്ളത്. ഇതുമായി ബന്ധപ്പെട്ട് തന്നെയാണ്, അതായത് ഇന്ത്യ IPC തന്നെ വിവക്ഷിക്കുന്ന ഇത് തന്നെയാണ് BNS-ഉം വിവക്ഷിക്കുന്നത്. അത് തന്നെ അതിന്റെ പുതിയ രൂപത്തിലേക്ക് മാറുമ്പോൾ കേന്ദ്ര സർക്കാരിനും ആ നിയമം അനുസരിച്ച് തന്നെ കപ്പലിനെതിരെ എന്തെങ്കിലും നിലപാടുകളോ നടപടികളോ എടുക്കാനുള്ളൂ എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. കേന്ദ്ര സർക്കാർ കേസെടുക്കട്ടെ എന്നായിരുന്നു നേരത്തെ BN വാസവൻ പറഞ്ഞിരുന്നത്. അത്തരത്തിലുള്ള നിലപാടുകൾക്ക് എന്തുകൊണ്ടാണ് അത്തരത്തിലൊരു നിലപാട് സംസ്ഥാന സർക്കാർ സ്വീകരിച്ചത് എന്നുള്ള കാര്യത്തിൽ അങ്ങേയറ്റം വലിയ വിമർശനം ഉയർന്നിരുന്ന സാഹചര്യത്തിലാകാം ഒരുപക്ഷെ ഇപ്പോൾ ഈ കപ്പൽ ഉടമയ്ക്കെതിരെ കേസെടുക്കുന്ന അല്ലെങ്കിൽ കപ്പൽ അപകടവുമായി ബന്ധപ്പെട്ട് കേസെടുക്കുന്ന ഒരു നടപടിയിലേക്ക് സംസ്ഥാന സർക്കാർ കടന്നത് എന്ന് വേണം മനസ്സിലാക്കാൻ. എന്തായാലും കപ്പൽ ഉടമയാണ് കേസിലെ 1-ാം പ്രതി, 2-ാം പ്രതി കപ്പലിലെ ക്യാപ്റ്റനാണ്, 3-ാം പ്രതി ആ ക്രൂവിൽ ആരൊക്കെ ഉണ്ടായിരുന്നു, ക്രൂ മെമ്പേഴ്സിനെ എല്ലാം കൂടി ചേർത്തിട്ടാണ് 3-ാം പ്രതികളായി ചേർത്തിരിക്കുന്നത്. അങ്ങനെയാണ്. എന്തായാലും സർക്കാർ ഈ കാര്യത്തിൽ തീരുമാനമെടുക്കാൻ താമസിച്ചു എന്നുള്ള കാര്യത്തിൽ വ്യക്തതയുണ്ട്. കാരണം നേരത്തെ തന്നെ നമുക്കറിയാം നഷ്ടപരിഹാരം മതി എന്നുള്ള ഒരു നിലപാടിൽ തന്നെയായിരുന്നു സർക്കാർ നിന്നത്. അത് വിഴിഞ്ഞം തുറമുഖവുമായി ബന്ധപ്പെട്ട് ഒരു കോംപ്രമൈസ് ആയിരുന്നു, വിട്ടുവീഴ്ചയ്ക്ക് സംസ്ഥാന സർക്കാർ തയ്യാറായിരുന്നതാണ് എന്നുള്ള കാര്യത്തിൽ വലിയ വിമർശനമാണ് സംസ്ഥാന സർക്കാർ ഏറ്റുവാങ്ങേണ്ടി വന്നത്. ആ ഒരു സാഹചര്യത്തിൽ തന്നെയാകാം ഒരു പക്ഷേ ഇങ്ങനത്തെ ഒരു തീരുമാനത്തിലേക്ക് മാറേണ്ടി വന്നത്. എന്തായാലും അടിയന്തരമായി ഈ വിമർശനങ്ങൾക്ക് പിന്നാലെ ഫോർട്ട് കൊച്ചി കോസ്റ്റൽ പോലീസാണ് ഇപ്പോൾ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. കേസ് രജിസ്റ്റർ ചെയ്ത് FIR ഇട്ടിട്ടുള്ളത് ഫോർട്ട് കൊച്ചി കോസ്റ്റൽ പോലീസാണ്. അതിൽ അടിയന്തര തീരുമാനങ്ങൾ ഉടനടി വരുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. BNS 208 മുതൽ 288 വരെ ഉള്ള വകുപ്പുകളാണ് ഈ FIR-ൽ സൂചിപ്പിച്ചിരിക്കുന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ കൂടുതൽ ഇനി ഈ പറഞ്ഞതുപോലെ മനുഷ്യന്റെ ജീവന് അപകടമുണ്ടാകുന്ന രീതിയിൽ കപ്പൽ ഓടിച്ചു, അതല്ലെങ്കിൽ മനുഷ്യജീവന് ഹാനികരമായ സബ്സ്റ്റൻസ് കണ്ടെയ്നറുകളിൽ നിറച്ചത്, അത് അപകടത്തിൽപ്പെടുത്തുകയും പാരിസ്ഥിതിക പ്രശ്നം ഉണ്ടാക്കാൻ ശ്രമിക്കുകയും ചെയ്തു തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് ഇപ്പോൾ കപ്പൽ അധികൃതർക്കെതിരെ വന്നിരിക്കുന്ന പരാമർശങ്ങൾ. അതൊക്കെ തന്നെയാണ് അതായത് ഈ നിരവധി, അതായത് വെള്ളവുമായി ചേർന്ന് തീപിടിക്കുന്ന അതല്ലെങ്കിൽ റിയാക്ഷൻസ്, പ്രതിപ്രവർത്തനങ്ങൾ ഉണ്ടാകുന്ന നിരവധി സബ്സ്റ്റൻസ് ഉണ്ടായിരുന്ന വിഷവസ്തുക്കൾ ഉണ്ടായിരുന്ന കണ്ടെയ്നറുകളായിരുന്നു. മറ്റു 12 അപകടകാരികളായിരുന്നു എന്നുള്ള കാര്യത്തിൽ വ്യക്തതയുണ്ട്. അത്തരം ഒരു സാഹചര്യത്തിലേക്ക് തന്നെ ആയിരുന്നു കപ്പൽ അപകടവുമായി ബന്ധപ്പെട്ട് പാരിസ്ഥിതിക പ്രശ്നങ്ങൾ, അതല്ലെങ്കിൽ മത്സ്യത്തൊഴിലാളികളുമായി ബന്ധപ്പെട്ട് നമുക്കറിയാം മീൻ വാങ്ങാൻ ആളുകളില്ലാത്ത അല്ലെങ്കിൽ ഭയപ്പെട്ടിരുന്ന ഒരു കാലമായിരുന്നു കഴിഞ്ഞ ഒരു 2 ആഴ്ച കടന്നുപോയത്. അങ്ങനെ തന്നെയാണ് ഇപ്പോഴും അത് തുടരുന്നുവെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. പക്ഷേ ഇത്തരം ആളുകളെ കൂടി, അതായത് മത്സ്യത്തൊഴിലാളികളെ കൂടി സാരമായി ബാധിക്കുന്ന തരത്തിലേക്ക് തന്നെ, അതായത് ഈ കടലിൽ നിന്ന് ഉപജീവനം നടത്തുന്ന ആളുകളെ കൂടി സാരമായി ബാധിക്കുന്ന തരത്തിലേക്ക് ആ കപ്പൽ അപകടം മാറിയിരുന്നു. അതിനിടയിലാണ് 2ാമത്തെ അപകടം ഉണ്ടാക്കുന്നത്. ഇത്തരം ആശങ്ക നിലനിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ സംസ്ഥാന സർക്കാർ അതുകൊണ്ട് തന്നെയാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ വലിയ രീതിയിലുള്ള മത്സ്യത്തൊഴിലാളികളുടെ ഭാഗത്തുനിന്ന് വലിയ പ്രതിഷേധം ഉണ്ടായത്. ഈ കടലിൽ മുങ്ങിയ കപ്പലിലെ ഈ കണ്ടെയ്നറിനുള്ളിലെ ഈ അവശിഷ്ടങ്ങൾ, വേസ്റ്റുകൾ ഉൾപ്പെടെ വിതറിക്കൊണ്ട് സെക്രട്ടേറിയറ്റിന് മുന്നിൽ വിതറിക്കൊണ്ട് മത്സ്യത്തൊഴിലാളികൾ പ്രതിഷേധിച്ചതാണ്. അന്ന് ഗുരുതരമായിട്ടുള്ള ആരോപണം ലത്തീൻ സഭയുടെ അടക്കം ഉന്നയിച്ചതാണ്. ഈ മുങ്ങിയ കപ്പൽ, ഈ MSC കപ്പലും സർക്കാരുമായി ചില വഴിവിട്ട ബന്ധമുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഈ അപകടത്തിൽപ്പെട്ട കപ്പലിനെതിരെ നടപടി സ്വീകരിക്കാൻ, കേസെടുക്കാൻ പോലും തയ്യാറാകാത്തെന്നൊരു വിമർശനം ഉയർന്നിരുന്നല്ലോ. തീർച്ചയായിട്ടും ടോം, അത് തന്നെയാണ്, ഈ വിമർശനം തന്നെ ആയിരിക്കാം ഒരു പക്ഷേ ഇപ്പോൾ ഇത്തരത്തിലൊരു അടിയന്തര തീരുമാനത്തിലേക്ക് സംസ്ഥാന സർക്കാർ എത്താൻ കാരണമെന്നാണ് കരുതുന്നത്. അങ്ങനെയാണ്.
മറ്റൊരു സാഹചര്യവും നിലവിലില്ല. കാരണം സംസ്ഥാന സർക്കാർ തന്നെ ഇത്തരത്തിൽ ഈ കപ്പൽ കമ്പനിയോട് നഷ്ടപരിഹാരം മതി, കേസ് എടുക്കുന്നില്ല എന്നൊരു നിലപാടായിരുന്നു കഴിഞ്ഞ ദിവസം സ്വീകരിച്ചത്. അത് വലിയ വിമർശനത്തിനാണ് ഇടവരുത്തിയത്, വലിയ വിമർശനത്തിനായിരുന്നു. ആ ഒരു സാഹചര്യം കൂടി കണക്കിലെടുക്കുമ്പോൾ വിഴിഞ്ഞം തുറമുഖവുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ അവരുമായി അടുത്തിടപഴകുന്ന ആളുകളാണ് ഈ കപ്പലിന്റെ ഉടമ അല്ലെങ്കിൽ ഉടമസ്ഥതയിലുള്ളവർ എന്നുള്ള സാഹചര്യം കൂടി പരിഗണിച്ചിട്ടാണ് ഇത്തരത്തിൽ കേസെടുക്കണ്ട എന്ന് സംസ്ഥാന സർക്കാർ തീരുമാനിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് വന്നത് എന്നുള്ള വിശദീകരണം അങ്ങേയറ്റം വിമർശനാത്മകമായിരുന്നു എന്നുള്ളതാണ് സാഹചര്യം. അതിനെ തുടർന്ന് തന്നെയാണ് ആയിരിക്കാം എന്ന് തന്നെയാണ് ഇപ്പോൾ ഈ കേസ് എടുക്കാനുണ്ടായ സാഹചര്യം അത് തന്നെയാണ് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. നിലവിൽ എങ്ങനെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്? എന്തായാലും 208 മുതൽ, അതായത് നാവിഗേഷൻ വയലേഷൻ ആണ് 208 മുതൽ BNS 208 മുതൽ 288 വരെയുള്ള വകുപ്പുകളാണ് ചുമത്തിയിരിക്കുന്നത്. ഈ വകുപ്പുകളെല്ലാം നാവിഗേഷൻ നെഗ്ലിജൻസ് ആണ്. കപ്പൽ അശ്രദ്ധമായി ഓടിക്കുകയോ അതല്ലെങ്കിൽ മനുഷ്യജീവന് അപകടകരമായ രീതിയിൽ കപ്പൽ പ്രവർത്തിപ്പിക്കുകയോ ചെയ്യുന്ന സാഹചര്യങ്ങളൊക്കെ കണക്കിലെടുത്ത് തന്നെയാണ് ഈ കേസെടുക്കുന്നത്, ഈ വകുപ്പുകൾ ചുമത്തുന്നത്. എന്തായാലും 208 മുതലുള്ള 208 മുതൽ 288 വരെയുള്ള അതിനിടയിലുള്ള വകുപ്പുകളല്ല, 8 വകുപ്പുകളാണ് ചുമത്തിയിട്ടുള്ളത്. എന്തായാലും ഈ 282 മുതൽ 288 വരെ ഈ വകുപ്പുകൾ അനുസരിച്ചിട്ട് കപ്പൽ ഉടമ 1-ാം പ്രതിയാണ്, കപ്പൽ ക്യാപ്റ്റൻ 2-ാം പ്രതിയാണ്, കപ്പലിലെ ക്രൂ 3-ാം പ്രതി. അത് ക്രൂ മെമ്പേഴ്സ് എല്ലാവരും കൂടി ചേർത്തിട്ടാണ് 3-ാം പ്രതി ആക്കിയിട്ടുള്ളത്. എന്തായാലും 3-ാം പ്രതികൾ അവരാണ്. ഇങ്ങനെയാണ് നടപടിക്രമങ്ങളുള്ളത്. കേന്ദ്ര സർക്കാരിനായാലും തീർച്ചയായും ആജ്ഞ, നേരത്തെ ഈ മുങ്ങിയ എൽസ 3 കപ്പലിന്റെ ഉടമകളായിട്ടുള്ള MSC കമ്പനിയും അദാനി ഗ്രൂപ്പും തമ്മിൽ ബന്ധമുണ്ട്. പ്രത്യേകിച്ച് അദാനി ഗ്രൂപ്പിന്റെ സുപ്രധാന വ്യാപാര പങ്കാളികളാണ് ഈ MSC കമ്പനി എന്ന ആക്ഷേപം നേരത്തെ ഉയർന്നു വന്നതാണ്. പ്രത്യേകിച്ചും ഈ വിഴിഞ്ഞം തുറമുഖത്തെത്തുന്ന എല്ലാ കപ്പലുകളും MSC കമ്പനിയുടെ കപ്പലുകളാണ്. അതുകൊണ്ട് തന്നെ പ്രത്യേകിച്ച് ഈ അദാനി ഗ്രൂപ്പിന് അല്ലെങ്കിൽ ഈ കമ്പനിയെ ഈ കേസിൽ നിന്നും രക്ഷിക്കാൻ വേണ്ടിയുള്ള നീക്കങ്ങൾ, അട്ടിമറികളാണ് ഈ കേസിൽ ഉണ്ടായത്. അതുകൊണ്ടാണ് കേസെടുക്കാൻ വൈകിയത് എന്നൊരാക്ഷേപമാണ് നേരത്തെ തന്നെ മത്സ്യത്തൊഴിലാളികളും പ്രതിപക്ഷവും ഒക്കെ ഉയർത്തിയത്. അത്തരമൊരു ആക്ഷേപത്തിൽ പ്രത്യേകിച്ചും തുറമുഖ വകുപ്പോ അതല്ലെങ്കിൽ അദാനി ഗ്രൂപ്പോ ഇതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും വിശദീകരണം നൽകിയിരുന്നോ? അത്തരത്തിൽ വിശദീകരണം നൽകാൻ അവർ തയ്യാറായിട്ടില്ല എന്നാണ്. അതേസമയം സംസ്ഥാന സർക്കാരാണ് ഇത് അദാനി ഗ്രൂപ്പുമായി ബന്ധപ്പെട്ട അവരുടെ പ്രധാനപ്പെട്ട ആളുകളാണ്, അവരുമായി ചേർന്ന് പ്രവർത്തിക്കുന്ന പ്രധാനപ്പെട്ട ആളുകളാണ് എന്നുള്ള വിശദീകരണം നൽകിയത് സംസ്ഥാന സർക്കാരാണ്. അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ അത് വിഴിഞ്ഞം തുറമുഖവുമായി ബന്ധപ്പെട്ട സംസ്ഥാന സർക്കാരും അദാനി ഗ്രൂപ്പും തമ്മിൽ ഒന്നിച്ച് പ്രവർത്തിക്കുന്ന സാഹചര്യത്തിൽ കേസ് എടുക്കേണ്ടതില്ല എന്നുള്ള ഒരു സാഹചര്യത്തിൽ എങ്ങനെയാണ് സംസ്ഥാന സർക്കാർ എത്തിയത് എന്നുള്ളതായിരുന്നു ചോദ്യം. കാരണം ഇത് ശിക്ഷാർഹമായ കുറ്റം തന്നെയാണ്, അത് പണിഷബിൾ ഒഫൻസ് തന്നെയാണ് എന്ന് തന്നെയാണ് വിലയിരുത്തൽ. അങ്ങനെ ഒരു സാഹചര്യത്തിൽ സർക്കാരുമായി അതല്ലെങ്കിൽ സർക്കാരിനെ മറ്റേതെങ്കിലും അലയൻസുമായി ബന്ധപ്പെട്ടിരിക്കുന്ന ആളുകൾ കുറ്റം ചെയ്താൽ അതിന് ശിക്ഷാ നടപടികളില്ലേ എന്നുള്ള ചോദ്യവുമായാണ് ഇത്തരത്തിലുള്ള വലിയ വിമർശനത്തിന് സാഹചര്യം ഉണ്ടായത്. അങ്ങനെയാണ് ഈ ജയ് ഷംജി തെക്കുമുറി നീർക്കുന്നം മത്സ്യഗ്രാമം അദ്ദേഹം നൽകിയിരിക്കുന്ന പരാതിയുടെ അടിസ്ഥാനത്തിലാണ്, അതായത് തീരത്ത് ലക്ഷക്കണക്കിന് രൂപയുടെ നാശനഷ്ടങ്ങൾ ഉണ്ടാക്കി എന്ന് കാണിച്ചുകൊണ്ടാണ് അദ്ദേഹം പരാതി നൽകിയിരിക്കുന്നത്. അദ്ദേഹത്തിന് നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് കേസെടുത്തിട്ടുള്ളത്. ഫോർട്ട് കൊച്ചി കോസ്റ്റൽ പോലീസാണ് കേസെടുത്തിട്ടുള്ളത്. ഈ ഷംജി എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ തെക്കുമുറി നീർക്കുന്നം മത്സ്യഗ്രാമം എന്നാണ് കാണിച്ചിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ FIR അത്തരം അങ്ങനെയാണ് അദ്ദേഹത്തിന്റെ അഡ്രസ്സ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അദ്ദേഹം നൽകിയിരിക്കുന്ന പരാതിയുടെ അടിസ്ഥാനത്തിലാണ് FIR രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. എന്തായാലും സംസ്ഥാന സർക്കാർ ഇതിനെതിരെ കാണിച്ചിരുന്ന അലസത മനോഭാവം അങ്ങേയറ്റം വിമർശനാത്മകമായിരുന്നു. നേരത്തെ തന്നെ ടോം സൂചിപ്പിച്ചതുപോലെ വിഴിഞ്ഞം ഗ്രൂപ്പുമായി അല്ലെങ്കിൽ അദാനി ഗ്രൂപ്പുമായി അലയൻസിലുള്ള ഒരു കമ്പനി കുറ്റം ചെയ്താൽ അത് കുറ്റമാകുന്നില്ലേ എന്നുള്ള ചോദ്യം സോഷ്യൽ മീഡിയകളിൽ വലിയ ചർച്ചയ്ക്കായിരുന്നു ഇടം നേടിയിരുന്നത്. അങ്ങനെ ഒരു സാഹചര്യത്തിൽ സംസ്ഥാന സർക്കാർ വലിയ വിമർശനമാണ് ഇതുമായി ബന്ധപ്പെട്ട് നേരിടേണ്ടി വന്നത്. എന്തായാലും അടിയന്തരമായി FIR രജിസ്റ്റർ ചെയ്യുന്ന ഒരു സാഹചര്യം, അത് ഷംജി എന്ന് പറയുന്ന ഒരാൾ നൽകിയിരിക്കുന്ന പരാതിയിലാണ് FIR രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് എന്നാണ് വ്യക്തമാക്കിയിരിക്കുന്നത്. എന്തായാലും ഈ നാവിഗേഷൻ നെഗ്ലിജൻസ് അനുസരിച്ചിട്ട് കുറ്റകരമായ
ശിക്ഷ തന്നെ കേസ് എടുക്കേണ്ടുന്ന തരത്തിലുള്ള പണിഷബിൾ ഒഫൻസ് തന്നെയാണ് ചെയ്തിട്ടുള്ളത് എന്നുള്ള കാര്യത്തിൽ വ്യക്തതയുണ്ട്. അതായത് ഈ MSc എൽസ 3 എന്ന് പറയുന്ന കപ്പൽ വ്യക്തമാണ്. കൊച്ചിയിൽ നിന്ന് ആജ്ഞ രവീന്ദ്രനാണ് വിവരങ്ങൾ നൽകിയത്. കൊച്ചിക്ക് സമീപം കടലിൽ കപ്പൽ മുങ്ങിയ സംഭവത്തിലാണ് ഒടുവിൽ പോലീസ് കേസെടുത്തിരിക്കുന്നത്. നേരത്തെ കേസെടുക്കാൻ വൈകുന്നതിൽ വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ ഉയർന്നതാണ്, വലിയ വിവാദമായതാണ്. മത്സ്യത്തൊഴിലാളികൾ പ്രതിഷേധവുമായി രംഗത്തെത്തിയതാണ്. ഏറ്റവും ഒടുവിലാണ് MSc എൽസ കമ്പനിയുടെ ഉടമ, കപ്പലിൻ്റെ ക്യാപ്റ്റൻ, കപ്പലിൻ്റെ ജീവനക്കാർ എന്നിവരെ ഉൾപ്പെടുത്തി എന്നിവരെ പ്രതി ചേർത്ത് കോസ്റ്റൽ പോലീസ് കേസെടുത്തിരിക്കുന്നത്. സ്പോട്ട് ലൈവിലേക്ക് തിരികെ എത്താം ഇടവേളയ്ക്ക് ശേഷം. ആലപ്പുഴയിൽ യുവാവിന്റെ മരണം കൊലപാതകമെന്ന് പോലീസ്. കാവാലം സ്വദേശി സുരേഷ് കുമാർ എന്ന അപ്പുവാണ് ഈ മാസം 2-ന് മരിച്ചത്. സംഭവത്തിൽ സുരേഷ് കുമാറിന്റെ സുഹൃത്തുക്കൾ കൂടിയായ യദു, ഹരികൃഷ്ണൻ എന്നിവരെ പുളിങ്കുന്ന് പോലീസ് അറസ്റ്റ് ചെയ്തു. മർദ്ദനത്തിൽ തലക്കേറ്റ ക്ഷതം പിന്നീട് മസ്തിഷ്ക അണുബാധയായി മാറിയതാണ് മരണകാരണമെന്ന് പോലീസ് പറയുന്നു. വിവരങ്ങളുമായി ആലപ്പുഴയിൽ നിന്ന് ശരണ്യ സ്നേഹജൻ ചേരുന്നുണ്ട്. ശരണ്യ, ഈ മാസം 2-നാണ് ഈ യുവാവിൻ്റെ മരണം സംഭവിക്കുന്നത്. ഒരാഴ്ചയ്ക്ക് ശേഷം സംഭവം കൊലപാതകമെന്ന് കണ്ടെത്തിയിരിക്കുന്നത്. എന്താണ് കൊലപാതകത്തിലേക്ക് നയിച്ച കാരണമെന്ന് വ്യക്തമായിട്ടുണ്ടോ? ടോമെ, അടുത്ത സുഹൃത്തുക്കൾ തന്നെയാണ് കാവാലം സ്വദേശിയായ സുരേഷ് കുമാറിനെ കൊലപ്പെടുത്തിയിട്ടുള്ളത്. ഇയാൾക്ക് 31 വയസ്സാണ് ഉള്ളത്. ഇയാളുടെ സുഹൃത്തുക്കളായ യദു, ഹരികൃഷ്ണൻ എന്നിവർ ചേർന്ന് ആക്രമിച്ച് ആ പരിക്ക്, അതായത് തലയോട്ടിക്കടക്കം പരിക്കേറ്റിരുന്നു. തുടർന്ന് ചികിത്സയിലിരിക്കെ അണുബാധയുണ്ടായാണ് ഇപ്പോൾ സുരേഷ് കുമാർ മരണപ്പെട്ടിരിക്കുന്നത്. ഈ സംഭവങ്ങൾക്ക് ആസ്പദമായ കാര്യങ്ങൾ നടക്കുന്നത് ഏപ്രിൽ 20-നാണ്. ആ ദിവസം രാത്രി 10:30 കാവാലത്തെ വീട്ടിലെത്തി യദുവും ഹരികൃഷ്ണനും ചേർന്ന് മദ്യപിക്കാനെന്ന പേരിൽ സുരേഷ് കുമാറിനെ വിളിച്ച് പുറത്തേക്ക് കൊണ്ടുപോവുകയായിരുന്നു. തുടർന്ന് വീടിന് തൊട്ടടുത്ത് തന്നെയുള്ള ഒരു വായനശാലയുടെ ഭാഗത്ത് വെച്ച് ഇവർ തമ്മിൽ തർക്കങ്ങൾ ഉണ്ടാവുകയും യദുവും ഹരികൃഷ്ണനും ചേർന്ന് സുരേഷ് കുമാറിനെ സുരേഷ് കുമാറിനെ ക്രൂരമായി മർദ്ദിക്കുകയുമായിരുന്നു. നെഞ്ചിലും ഒപ്പം തന്നെ ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിലും ചവിട്ടുകയും കൈകൊണ്ട് ഇടിക്കുകയും ചെയ്തിട്ടുണ്ട്. തലക്കേറ്റ ചവിട്ടാണ് തലയൊട്ടി പൊട്ടാൻ ഇടയായിട്ടുള്ളത് എന്നുള്ളതാണ് പോലീസ് വ്യക്തമാക്കുന്നത്. തുടർന്ന് മർദ്ദിച്ചതിന് ശേഷം ഇയാളെ തൊട്ടടുത്ത് തന്നെയുള്ള ഒരു ചാലിൽ, അതായത് പായലുകൾ നിറഞ്ഞൊരു ചാലിൽ ഉപേക്ഷിച്ചിട്ട് പോവുകയായിരുന്നു. പിന്നീട് ആളുകൾ കണ്ടെത്തുകയും ചികിത്സയ്ക്കായി കൊണ്ടുവരികയും ചെയ്യുന്നു. തുടർന്ന് ആദ്യഘട്ടത്തിൽ പോലീസ് വ്യക്തമാക്കുന്നത് ഇത്തരമൊരു അക്രമം നടന്ന സംഭവത്തിൽ അത് ദൃശ്യങ്ങൾ ഷൂട്ട് ചെയ്യുകയും ഇയാളോട് ഇത് പുറത്തു പറഞ്ഞാൽ, അതായത് സുരേഷ് കുമാർ ഈ വിവരം പുറത്തു പറഞ്ഞാൽ കൊലപ്പെടുത്തുമെന്ന് ഇവർ ഭീഷണിപ്പെടുത്തുകയും ചെയ്തിരുന്നു എന്ന് പുളിക്കുന്ന് പോലീസ് വ്യക്തമാക്കുന്നു. തുടർന്ന് പരിക്കേറ്റ സുരേഷ് കുമാർ ചികിത്സയ്ക്കായി എത്തുകയും സ്ഥിതി മോശമായതിനെ തുടർന്ന് കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയും ചെയ്തു. അത്തരത്തിൽ പരിശോധനയിലാണ് തലയോട്ടിയിലെ പൊട്ടൽ ഉൾപ്പെടെ കണ്ടെത്തുകയും അതിനുള്ള ചികിത്സയിൽ തുടരുകയും ചെയ്തിരുന്നു. പിന്നീട് ഈ കഴിഞ്ഞ ആഴ്ചയോടുകൂടി നില ഗുരുതരമായി. കാരണം തലച്ചോറിൽ ഈ പൊട്ടലേറ്റ ഭാഗത്ത്, ക്ഷതമേറ്റ ഭാഗത്ത് അണുബാധ ഉൾപ്പെടെ ഉണ്ടായതിനെ തുടർന്ന് മരണം സംഭവിക്കുകയായിരുന്നു. കഴിഞ്ഞ ജൂൺ 2-നാണ് ഇയാളുടെ മരണം സംഭവിച്ചത്. ആ ഘട്ടത്തിൽ തന്നെ കൊലപാതകമാണെന്ന് ആരോപിച്ച് കുടുംബം എത്തിയിരുന്നു. പോലീസും നടത്തിയ പരിശോധനയിൽ അങ്ങനെയാണ് കണ്ടെത്തിയിട്ടുള്ളത്. അതായത് യദുവിനും ഹരികൃഷ്ണനും ഈ സുഹൃത്തുക്കളായിരുന്നുവെങ്കിൽ പോലും ഇയാളോട് മുൻവൈരാഗ്യമുണ്ട് എന്നുള്ളതാണ് വ്യക്തമാക്കുന്നത്. അതായത് സുരേഷ് കുമാർ ജാതി പറഞ്ഞ് അധിക്ഷേപിക്കുകയും കളിയാക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു എന്നിവർ പോലീസിന് മൊഴി നൽകിയിട്ടുണ്ട്. ഇത്തരം ഒരു മുൻവൈരാഗ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് കൊലപാതകം എന്നാണ് പോലീസ് സ്ഥിരീകരിക്കുന്നത്. എന്തായാലും പ്രതികളുടെ അറസ്റ്റ് രേഖപ്പെടുത്തി റിമാൻഡിൽ അയച്ചിരിക്കുകയാണ്. തീർച്ചയായും ഈ പ്രതികളുടെ ഇവരുടെ ഒരു പശ്ചാത്തലം, കാരണം ഈ ഒരു സുഹൃത്തിനെ ഈ രീതിയിൽ ക്രൂരമായി മർദ്ദിച്ച് കൊലപ്പെടുത്തുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു. ഇതിനു മുൻപ് ഏതെങ്കിലും കേസുകൾ ഉൾപ്പെട്ടിട്ടുള്ളവരാണോ, അല്ല ലഹരിക്ക് അടിമകളാണോ ഇവർ? ഇവരുടെ പശ്ചാത്തലം എന്താണ് ശരണ്യ? എന്നുള്ളതാണ് ടോം നമുക്ക് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. മാത്രമല്ല ഇവർ തമ്മിൽ ചില അടിപിടി കേസുകൾ, അതായത് പോലീസ് കേസിലേക്ക് എത്തിയിട്ടുണ്ടോ എന്നറിയില്ല, പക്ഷെ ചില സംഘർഷസമാനമായ സാഹചര്യങ്ങളുള്ള പശ്ചാത്തലം ഉണ്ട് എന്നുള്ളതാണ് പോലീസ് വ്യക്തമാക്കുന്നത്. അത്തരത്തിൽ ഉള്ള ചില കാര്യങ്ങൾ, ചില പരാതികൾ ഇവരെ സംബന്ധിച്ച് ഉണ്ടായിരുന്നു എന്നുള്ളത് വ്യക്തമാക്കുന്നു. ഈ സുരേഷ് കുമാർ ഉൾപ്പെടെയുള്ള ആളുകളെ സംബന്ധിച്ചും അത്തരം പരാതികൾ കേൾക്കുന്നുണ്ട്.
എന്തായാലും മദ്യപാനത്തിനാണ് ഇവർ വിളിച്ച് ഇറക്കിക്കൊണ്ട് പോകുന്നത്. പ്രതികൾ മദ്യപിച്ചിരുന്നു എന്നുള്ള വിവരമൊക്കെ ഇപ്പോൾ പോലീസിൽ നിന്ന് സ്ഥിരീകരിക്കാൻ നമുക്ക് ലഭ്യമാകുന്നുണ്ട്. പക്ഷേ ഇവർക്ക് നേരത്തെ തന്നെ ഒരു സുഹൃത്തുക്കളായിരുന്നു എങ്കിൽ പോലും ആ ഒരു ഈ ഇടക്കാലത്ത് ഇത്തരത്തിലുള്ള ചില വിഷയങ്ങൾ ഇവർ തമ്മിൽ മാനസികമായി അകന്നിട്ടുണ്ടായിരിക്കണമെന്നാണ് പോലീസ് വ്യക്തമാക്കുന്നത്. ഒരുപക്ഷെ ആ വൈരാഗ്യം പുറത്തു കാണിക്കാതെ സൗഹൃദം നടിച്ചു തന്നെ സുരേഷിനെ വിളിച്ച വീട്ടിൽ നിന്ന് ഇറക്കിക്കൊണ്ടുപോയി മർദ്ദിക്കുകയായിരുന്നു. ആ മദ്യത്തിന്റെ കൂടെ പുറത്തുള്ള തർക്കമായിരിക്കണം ഇത്തരം ഒരു ക്രൂരമായ സംഭവങ്ങളിലേക്ക് എത്തിയിട്ടുള്ളത്. എന്തായാലും ആ ഉപദ്രവിച്ച അല്ലെങ്കിൽ ആ രീതിയിലുള്ള ആക്രമണം ഇയാൾക്ക് നല്ല പരിക്ക് ഉണ്ടാക്കി എന്നുള്ളതാണ്. മുഖത്തൊക്കെ ക്ഷതമേറ്റിട്ടുണ്ടായിരുന്നു. പക്ഷേ തലയിലേറ്റ ക്ഷതമാണ് തലയോട്ടി പൊട്ടുന്ന രീതിയിലുള്ള ചവിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു എന്നുള്ളതാണ്. അത് പിന്നീട് കോട്ടയത്തൊക്കെ എത്തി വിദഗ്ധ ചികിത്സയിലേക്ക് കടക്കുന്ന ഘട്ടത്തിലാണ് ഇത് കണ്ടെത്തുകയും അണുബാധയിൽ അത് ഒരു വലിയ കോംപ്ലിക്കേഷനിലേക്ക് പോവുകയും അണുബാധ അടക്കമുള്ള കാര്യങ്ങൾ ഉണ്ടാവുകയും ചെയ്തിട്ടുള്ളത്. തുടർന്നാണ് ഈ പ്രതികളെ കഴിഞ്ഞ ദിവസമാണ് ഇവരെ കസ്റ്റഡിയിലെടുക്കുന്നത്. കാരണം പോലീസിനെ സംബന്ധിച്ച് ആദ്യഘട്ടത്തിൽ ഇതിന് യാതൊരു പരാതിയും കുടുംബം നൽകിയിരുന്നില്ല എന്നുള്ളതാണ്. പിന്നീട് ഈ കേസിനകത്ത് അതായത് ദീർഘകാലം ആശുപത്രിയിൽ കിടക്കുകയും ചെയ്തു. ക്ഷതങ്ങളൊക്കെ പലതും ശരീരത്തിലുള്ള ക്ഷതങ്ങളൊക്കെ തന്നെയും ആ ചികിത്സാ ഘട്ടത്തിൽ ഭേദമാകുന്ന ഒരു ഘട്ടം ഉണ്ടായിരുന്നു. പക്ഷേ ഈ തലയോട്ടിയുടെ പൊട്ടൽ അത് ഇവരുടെ ചവിട്ടേറ്റ് തന്നെയാണ് ഉണ്ടായിട്ടുള്ളത് എന്നുള്ളൊരു സ്ഥിരീകരണമൊക്കെ അത്തരത്തിലുള്ള ആശുപത്രി അധികൃതരുടെ ഭാഗത്തു നിന്നൊക്കെ ലഭ്യമായതിനെ തുടർന്നാണ് ഇത്തരം ഒരു അറസ്റ്റ് അടക്കമുള്ള ഘട്ടത്തിലേക്ക് പോലീസ് നീങ്ങിയത്. ശരണ്യ സ്നേഹജനാണ് ആലപ്പുഴയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. ആലപ്പുഴയിൽ യുവാവിൻ്റെ മരണം കൊലപാതകം തെളിഞ്ഞിരിക്കുന്നു. സുഹൃത്തുക്കളായ 2 പേർക്കെതിരെ പോലീസ് കേസെടുത്തിട്ടുണ്ട്. ഈ ഒരു ജാതീയമായി അധിക്ഷേപിച്ചതുൾപ്പെടെയുള്ള ചെറിയ തർക്കമാണ് കൊലപാതകത്തിന് കാരണമായെന്നാണ് പുറത്തുവരുന്ന വിവരങ്ങൾ. കോട്ടയം നട്ടാശ്ശേരിയിൽ കള്ള് ഷാപ്പിൽ സംഘർഷം. കഴിഞ്ഞ രാത്രിയാണ് സംഭവം ഉണ്ടായത്. ഷാപ്പിലെ ജീവനക്കാരെയും അവിടെ ഉണ്ടായിരുന്നവരെയും ആക്രമിച്ചെന്നാണ് പരാതി. പണം ചോദിച്ചതോടെയാണ് ആക്രമണമെന്ന് ഷാപ്പ് ജീവനക്കാർ ആരോപിക്കുന്നു. കോട്ടയത്ത് നിന്ന് ജി ശ്രീജിത്ത് ചേരുന്നു വിവരങ്ങളുമായി. ശ്രീജിത്ത്, ഈ പണം ചോദിച്ചതിലുള്ള വിരോധത്തിൽ ആക്രമണം നടത്തി, അതിനപ്പുറം മറ്റെന്തെങ്കിലും കാരണം ഈ സംഭവത്തിന്, ഈ ആക്രമണത്തിന് പിന്നിലുണ്ടോ? ടോമെ, ഇതിനു മുൻപ് തന്നെ, പണം ചോദിക്കുന്നതിന് മുൻപ് തന്നെ അവിടെ ഉണ്ടായിരുന്നവരുമായി ഇവർ വാക്കുതർക്കത്തിൽ ഏർപ്പെട്ടിരുന്നു. അതായത് ജീവനക്കാർ മാത്രമല്ല, കള്ളു കുടിക്കാൻ എത്തിയ മറ്റുള്ളവരോടും വാക്കുതർക്കമുണ്ടായി എന്നുള്ളതാണ് ലഭ്യമാകുന്ന വിവരം. ഇതിനെ തുടർന്ന് പിന്നീട് പണം ചോദിച്ചപ്പോൾ, ഈ ബില്ല് അടയ്ക്കാൻ പറഞ്ഞപ്പോൾ അപ്പോഴും തർക്കമുണ്ടായി. അങ്ങനെയാണ് പെട്ടെന്ന് പ്രകോപനമില്ലാതെ ഒരു സംഘർഷത്തിലേക്ക് പോയതെന്നാണ് പറയുന്നത്. ലിബിൻ ജോഷി എന്നീ 2 പേരാണ് ഇവർ ഈ അക്രമം നടത്തിയെന്നാണ് ഈ ഷാപ്പ് ഉടമകൾ പോലീസിൽ നൽകിയിരിക്കുന്ന, ഗാന്ധിനഗർ പോലീസിന് നൽകിയിരിക്കുന്ന പരാതിയിൽ പറയുന്നത്. ഇവർ നേരത്തെ വിവിധ ക്രിമിനൽ കേസുകളിൽ, ഗാന്ധിനഗർ ഒപ്പം തന്നെ കോട്ടയം വെസ്റ്റ് അടക്കമുള്ള വിവിധ കേസുകളിൽ പ്രതികളാണ് എന്നുള്ള സൂചനയും വരുന്നുണ്ട്. എന്തായാലും പ്രതികൾ ഈ അക്രമം ഉണ്ടായ ശേഷം, ഈ ജീവനക്കാർക്കെതിരെ മാത്രമല്ല അവിടെ ഉണ്ടായിരുന്ന മറ്റുള്ളവർക്ക് നേരെയും അക്രമം നടത്തിയെന്ന് പറയുന്നുണ്ട്. ഇത് പിടിച്ചു മാറ്റാൻ ചെന്നവർക്കെതിരെയൊക്കെ അക്രമം ഉണ്ടാകുന്നുണ്ട്. ചില CCTV ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. എന്തായാലും സംഭവം ഉണ്ടായതിന് പിന്നാലെ അക്രമം നടത്തിയവർ സംഭവ സ്ഥലത്ത് നിന്ന് രക്ഷപ്പെട്ടു. ഇവരെ പിടികൂടാനുള്ള ശ്രമത്തിലാണ് പോലീസ് ഉള്ളത്. ഇന്ന് രാവിലെയാണ് ഈ ഷാപ്പ് ഉടമകൾ നേരിട്ടെത്തി മറ്റ് പരാതികളും മറ്റ് മൊഴിയെടുക്കുന്ന നടപടിക്രമങ്ങളിലേക്കൊക്കെ കടക്കുകയും ചെയ്തിട്ടുള്ളത്. നേരത്തെയും ഇത് നട്ടാശ്ശേരിയിലാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. കഴിഞ്ഞ 2024 ഫെബ്രുവരിയിൽ ഈ ഉടമകളുടെ തന്നെ മറ്റൊരു ഷാപ്പിൽ, കുഴുവേലിപ്പടിയിലെ ഷാപ്പിലും സമാനമായ രീതിയിൽ മറ്റൊരു ഗുണ്ടാ സംഘം
വൈകുന്നേരം ഇതേപോലെ തന്നെ രാത്രി 7:30 ഒരു അക്രമം നടത്തിയ സംഭവം ഉണ്ടായിട്ടുണ്ട്. ഇങ്ങനെയൊരു ഇത്തരം മദ്യ ലഹരിയിൽ അക്രമം നടത്തുന്നത് ഒരു തുടർക്കഥയാകുന്നു എന്നതുകൂടിയാണ് ഇതിൽ നിന്ന് നമുക്ക് കാണേണ്ടത്. വലിയ നാശനഷ്ടങ്ങൾ ഈ ആക്രമണത്തിനിടെ വലിയ നാശനഷ്ടങ്ങൾ ഈ ഷാപ്പിൽ കളി ഷാപ്പിൽ സംഭവിച്ചിട്ടുണ്ടോ? അവിടെയുള്ള മറ്റു ഉപകരണങ്ങൾ, അതായത് ഈ ഗ്ലാസ് പോലുള്ള കാര്യങ്ങൾ, അതേപോലെ ബെഞ്ചും ഡെസ്കും ഒക്കെ എടുത്ത് നിലത്തടിക്കുക, അങ്ങനെയുള്ള നാശനഷ്ടങ്ങളാണ് ഉണ്ടായിട്ടുള്ളത്. അതൊരു വലിയ നാശനഷ്ടം എന്ന് പറയാൻ കഴിയുമോ എന്ന് തോന്നുന്നില്ല. എന്തായാലും നാശനഷ്ടങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്, അവിടെ അക്രമം നടത്തിയിട്ടുണ്ട്. ഈ കെട്ടിടത്തിന് നേരെ അടക്കം അക്രമം നടത്തുന്ന സ്ഥിതിവിശേഷമാണ് ഉണ്ടായിട്ടുള്ളത്. ഇവർ ഇത്തരത്തിൽ വിവിധ കേസുകളിൽ പ്രതിയാണ് എന്നുള്ളതാണ് നമുക്കറിയാൻ സാധിക്കുന്നത്. അക്രമങ്ങൾ ഒക്കെ തുടർച്ചയായി നടത്തുന്ന തരത്തിലുള്ള ആളുകളാണ് ഇവർ എന്ന് തന്നെയാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരങ്ങൾ. പോലീസിനെ സംബന്ധിച്ച് CCTV ഉള്ളത് കൊണ്ട് തന്നെ പ്രതികളെ വ്യക്തമാണ്. കോട്ടയം നട്ടാശ്ശേരിയിലെ കള്ള് ഷാപ്പിലാണ് സംഘർഷം ഉണ്ടായിരിക്കുന്നത്. പ്രതികൾക്ക് വേണ്ടി പോലീസ് അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്. ആലപ്പുഴ ചെന്നിത്തല നവോദയ വിദ്യാലയത്തിലെ വിദ്യാർത്ഥിക്ക് റാഗിങ്ങിനെ തുടർന്ന് ക്രൂരമർദ്ദനം. കായംകുളം കട്ടച്ചിറ സ്വദേശിയായ 8ാം ക്ലാസ് വിദ്യാർത്ഥിക്കാണ് സീനിയർ വിദ്യാർത്ഥികളിൽ നിന്ന് മർദ്ദനമേറ്റത്. മുഖത്ത് അടിയേറ്റ് ബോധരഹിതനായി വീണെങ്കിലും പിറ്റേ ദിവസം മാത്രമാണ് സ്കൂൾ അധികൃതർ രക്ഷകർത്താക്കളെ വിവരമറിയിച്ചത്. ഇന്നലെ രാത്രി എന്നെ 11ാം വിളിക്കുന്നു പറഞ്ഞൊരു 10ാം ക്ലാസ്സിലെ ചേട്ടൻ വന്ന് വിളിച്ചുകൊണ്ട് ഞാനും എൻ്റെ കൂട്ടുകാരനെ അവിടെ ചെന്നപ്പോൾ എൻ്റെ അടുത്ത് കുറേ ചോദ്യങ്ങളൊക്കെ അവർ ചോദിച്ചു. എന്നിട്ട് ചോദ്യത്തിന് ഉത്തരം പറഞ്ഞ ഉടനെ എന്നെ 11ാം ക്ലാസ്സിലൊരു ചേട്ടൻ എൻ്റെ കാരണം തട്ടിച്ചു. എന്നിട്ട് എന്നെ നടുക്കത്തെ ഒരു ബെഡിൽ കൊണ്ടുപോയിട്ട് കുറേ പുറത്തും വയറ്റത്തും കാരണത്തൊക്കെ അടിച്ചു. എന്നിട്ട് ഞാൻ അവിടെ ചെന്ന സമയത്ത് വേറെ എൻ്റെ ക്ലാസ്സിൽ തന്നെ 6-7 പിള്ളേരുണ്ടായിരുന്നു. അവർക്ക് പരാതി ഇല്ലെന്ന് പറഞ്ഞു. പ്രിൻസിപ്പൾ കുറേ അവരെ സമാധാനിപ്പിച്ച് അവർക്ക് പരാതി ഇല്ലെന്ന് പറഞ്ഞു. അവരിങ്ങനെ 2 പേരായിട്ട് ഒരു ബെഡിൽ കിടന്നിട്ടുണ്ടോ എന്നൊക്കെ ചോദിച്ചു. അടിക്കും. ഇല്ല, ഇതാദ്യമായിട്ട്. പരാതി പറഞ്ഞപ്പോൾ അവരെ സസ്പെൻഷന് ഒരാഴ്ചത്തേക്ക് വിട്ടതേ ഉള്ളൂ. രാത്രി 10:30 സമയത്ത്. അപ്പം തന്നെ വാർഡൻ വന്നിട്ട് സാറുമാരെ വിളിച്ചോണ്ട് വന്നു. സംഭവിച്ചത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാത്രിയിൽ 10:30ക്കാണ് ഈ സംഭവം ഉണ്ടായത്. പിറ്റേ ദിവസം രാവിലെയാണ് എന്നെ സ്കൂളിൽ നിന്ന് സാറ് വിളിച്ചിട്ട് പറയുന്നത് അവിടം വരെ വരണം, +1 വിദ്യാർത്ഥിയും മോനുമായിട്ട് എന്തോ പ്രശ്നമുണ്ടായി, അതുകൊണ്ട് അവിടം വരെ വരണം എന്ന് എന്നെ സ്കൂളിൽ നിന്ന് വിളിച്ചിട്ട് പറഞ്ഞത്. പക്ഷേ ഞാനത് ആദ്യത്തെ ഒരു സംഭവം ഇങ്ങനെ വിളിച്ച് പറയുമ്പോൾ സ്ഥിരം ചെറിയ പ്രശ്നങ്ങളൊക്കെ സ്കൂളിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കുകളൊക്കെ ഉണ്ടാകുന്നുണ്ട്. നമ്മളത് വലിയ നിസ്സാരമായിട്ടാണ് കണ്ടത്. എങ്കിലും ഞാൻ തീരുമാനിച്ചു എന്തായാലും വിളിച്ചതല്ലേ അവിടം വരെ പോകാമെന്നുള്ള രീതി വെച്ച് ഞാൻ അവിടെ ചെന്നപ്പോഴാണ് ഭയങ്കര മോശമായിട്ടുള്ളൊരു അവസ്ഥയാണ് എനിക്ക് അവിടെ ഫീൽ ചെയ്തത്. എൻ്റെ മോനെ അടിച്ച് ബോധം കെടുത്തി ഒരു 3, 4, 5 പേരോട് ഏറ്റവും ലാസ്റ്റ് ഇവനെ പൊക്കിയെടുത്ത് അവൻ്റെ ഹോസ്റ്റൽ റൂമിൽ കൊണ്ടുവന്ന് വെക്കുകയും പിന്നെ അത് കൂടാതെ പിന്നെ മറ്റുള്ള കുട്ടികളെയും ശരിക്കും ഉപദ്രവിച്ചു. മൊത്തോളം 7 പേരെയാണ് ഇവർ ഉപദ്രവിച്ചത്. പിന്നെ അന്ന് രാത്രി തന്നെ 10:30 ഈ കുട്ടികളെ അവർ സസ്പെൻഡ് ചെയ്യുകയും ബാക്കി രക്ഷകർത്താക്കളെ വിളിച്ച് ആ കുട്ടികളെയെല്ലാം പറഞ്ഞു വിടുകയുമാണ്, ഉപദ്രവിച്ച കുട്ടികളെ പറഞ്ഞു വിടുകയാണ് ഉണ്ടായത്. അതുപോലെ തന്നെ എൻ്റെ മോനെ ആ രാത്രി ബോധം കെട്ട സമയത്ത് പോലും ഇവർ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാനോ ഒരു കാര്യവും അവർ ചെയ്തിട്ടില്ല. പിറ്റേ ദിവസം ഞാൻ അവിടെ ചെല്ലുമ്പം ഇവൻ്റെ കൂടെയുള്ള ബാക്കിയുള്ള കുട്ടികളും പറയുന്നതാണ് ഞാൻ അറിയുന്നത്, ഇവനെ ശരിക്കും ഉപദ്രവിച്ചു, ഇവൻ്റെ ബോധം വരെ പോയ അങ്കിള് എന്നാണ് ബാക്കിയുള്ള ഇവൻ്റെ സഹപാഠികൾ നമ്മളടുത്ത് പറഞ്ഞത്. പിന്നെ ഞാൻ അവിടെ തിരക്കി അവനെ അവിടുന്ന് പിന്നെ ഗേറ്റ് പാസ് മേടിച്ചു, അവനെ മെഡിക്കലിൽ കൊണ്ടുപോയി മെഡിക്കലും എടുത്തു. മാന്നാർ പോലീസ് സ്റ്റേഷനിലും കംപ്ലയിൻറ്റ് കൊടുത്തിട്ടുണ്ട്, ചൈൽഡ് ലൈനിലും വിവരം അറിയിച്ചിട്ടുണ്ട്. സംഭവത്തിൽ 6 +1 വിദ്യാർത്ഥികളെ സസ്പെൻഡ് ചെയ്തു. ശരണ്യ സ്നേഹജൻ ആലപ്പുഴയിൽ നിന്ന് ചേരുന്നു. ശരണ്യ, എന്താണ് സ്കൂളിൽ സംഭവിച്ചത്? ജവഹർ നവോദയ സ്കൂളിൽ കഴിഞ്ഞ തിങ്കളാഴ്ചയാണ് ഈ സംഭവം ഉണ്ടായിട്ടുള്ളത്. ചെന്നിത്തലയിലെ സ്കൂളിൽ രാത്രി 10:30 ഈ കുട്ടി റാഗിങ്ങിന് ഇരയായി എന്നുള്ള സ്ഥിരീകരണം കുടുംബത്തിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. കട്ടച്ചിറ സ്വദേശിയായ 8ാം ക്ലാസ്സുകാരൻ വിദ്യാർത്ഥിയും ഒപ്പം തന്നെ കുടുംബവുമാണ് പരാതിയുമായി രംഗത്തെത്തിയിട്ടുള്ളത്. ഇവരെ വ്യക്തമാക്കുന്നത് കഴിഞ്ഞ തിങ്കളാഴ്ച രാത്രി സീനിയർ വിദ്യാർത്ഥികൾ, അതായത് ഈ കുട്ടികൾ ഇപ്പോൾ ഹൈസ്കൂൾ വിഭാഗത്തിലേക്ക് എത്തിയതേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ ഇവർ സീനിയർ വിദ്യാർത്ഥികളുമായിട്ടുള്ള ഹോസ്റ്റലിൽ ഒരുമിച്ചാണ് കുട്ടികൾ ഉള്ളത്. അവിടെ തന്നെ അതുകൊണ്ട് തന്നെ അങ്ങനെ പുതുതായി എത്തിയ വിദ്യാർത്ഥികൾ എന്നുള്ള രീതിയിൽ ഉള്ളൊരു റാഗിങ്ങിന്റെ സ്വഭാവം ഇതിനുണ്ടായിരുന്നു എന്നുള്ളതാണ് വ്യക്തമാക്കുന്നത്. തുടർന്ന് ഒരേ ഹാളിൽ തന്നെ പല കാറ്റഗറിയായി തിരിച്ചാണ് വിദ്യാർത്ഥികൾ താമസിക്കുന്നത്. അതിൽ തന്നെ ഉദയഗിരി എന്ന ഒരു സീനിയർ വിദ്യാർത്ഥികൾ, അതായത് +1 വിദ്യാർത്ഥികളുടെ ഒരു ഹോസ്റ്റൽ ഇടത്തേക്കാണ് ഈ കുട്ടിയെ കൊണ്ടുപോയത്.
തുടർന്ന് ഈ 2 കുട്ടികൾ ഒരുമിച്ച് കട്ടിലിൽ കിടന്നതിനെ സംബന്ധിച്ചുള്ള ചോദ്യങ്ങൾ, കളിയാക്കലുകൾ ഇവരുടെ ഭാഗത്തു നിന്ന് ഉണ്ടായി. പിന്നീട് ഇതേ തുടർന്നുണ്ടായ സംഭാഷണമാണ് ഈ 8ാം ക്ലാസ്സുകാരനെ മർദ്ദനത്തിന് ഇടയാക്കിയത് എന്നുള്ളതാണ് രക്ഷകർത്താവ് വ്യക്തമാക്കുന്നത്. കുട്ടിക്ക് അന്ന് രാത്രി തന്നെ കുട്ടി മർദ്ദനമേക്കുന്നതിനിടയിൽ, അതായത് കുട്ടിയുടെ ചെവിക്ക് ഇപ്പോഴും നീരുണ്ട്, ഒപ്പം തന്നെ നെഞ്ചിലൊക്കെ അടിയേറ്റ പാടുകളുമുണ്ട്. തുടർന്ന് അന്ന് രാത്രി ഈ മുഖത്ത് അടിക്കുന്ന അടക്കമുള്ള സംഭവങ്ങൾ ഉണ്ടായി എന്ന് ആ കുട്ടിയും സ്ഥിരീകരിക്കുന്നു. അതിനിടയിൽ കുട്ടിക്ക് ബോധം പോയി എന്നുള്ളത് പിറ്റേ ദിവസം രക്ഷകർത്താവ് ചെന്നപ്പോൾ സഹപാഠികളായ വിദ്യാർത്ഥികളാണ് അറിയിച്ചിട്ടുള്ളത്. അതായത് ഈ സംഭവം, അതായത് കുട്ടിക്ക് അടിയേറ്റ് ബോധം പോകുന്ന സാഹചര്യം ഉണ്ടായിട്ട് പോലും അതായത് ശരണ്യ, ഈ രക്ഷിതാവ്, ഈ കുട്ടിയുടെ പിതാവ് ആരോപിക്കുന്നത് പോലെ സ്കൂളിന്റെ ഭാഗത്ത് വീഴ്ച ഉണ്ടായിട്ടുണ്ടോ? ഈ സംഭവം മറച്ചു വെക്കാൻ സ്കൂൾ അധികൃതർ ബോധപൂർവം ശ്രമിച്ചിട്ടുണ്ടോ? മാത്രമല്ല, ഇപ്പോൾ 6 പേരെ സംഭവ വിവാദമായതിന് പിന്നാലെ, രക്ഷിതാവ് പരാതി നൽകിയതിന് പിന്നാലെ 6 വിദ്യാർത്ഥികളെ സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്. ഇവർക്കെതിരെ പോലീസിൽ പരാതി നൽകിയിട്ടുണ്ടോ? മാന്നാർ പോലീസിൽ കുട്ടിയും കുട്ടിയുടെ അച്ഛനും മൊഴി നൽകിയിട്ടുണ്ട്. നമുക്കറിയാം, ജുവനൈൽ ആക്ട് പ്രകാരമുള്ള സംഭവമാണിത്. അതുകൊണ്ട് തന്നെ കുട്ടിയുടെ സ്റ്റേറ്റ്മെന്റ് മാന്നാർ പോലീസ് എടുത്തിട്ടുണ്ട്, അച്ഛന്റെയും സ്റ്റേറ്റ്മെന്റ് എടുത്തിട്ടുണ്ട്. സ്കൂൾ അധികൃതർ ഈ സംഭവം ഉണ്ടായ അന്ന് രാത്രി തന്നെ ഈ 6 വിദ്യാർത്ഥികളെ സസ്പെൻഡ് ചെയ്തു എന്നുള്ള വിശദീകരണമാണ് ഈ രക്ഷകർത്താവിന് നൽകിയിട്ടുള്ളത്. പക്ഷേ അതേസമയം തന്നെ ഈ സംഭവം ഉണ്ടായ രാത്രിയിൽ, പ്രത്യേകിച്ച് കുട്ടി ബോധരഹിതരായി വീണ സാഹചര്യം ഉൾപ്പെടെ ഉണ്ടായിട്ടും അത് അറിയിച്ചില്ല എന്നുള്ള പ്രതിഷേധം ഈ രക്ഷകർത്താക്കൾക്കുണ്ട്. മാത്രമല്ല, 6 വിദ്യാർത്ഥികളെയാണ് സസ്പെൻഡ് ചെയ്തത്. ഇത് മാത്രമല്ല, കൂടുതൽ വിദ്യാർത്ഥികൾ ഉണ്ടായിരുന്നു എന്ന് കുടുംബം ഉന്നയിക്കുകയും ചെയ്യുന്നുണ്ട്. എന്നാലും സ്കൂൾ അധികൃതർ വ്യക്തമാക്കുന്നത് 6 പേർക്കെതിരെ തങ്ങൾ നടപടി സ്വീകരിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് അവർ വ്യക്തമാക്കുന്നത്. പക്ഷേ കൂടുതൽ വിദ്യാർത്ഥികൾ, അതായത് ഈ പരാതിക്കാരായ കുട്ടിയോട് സംസാരിക്കുമ്പോൾ മനസ്സിലാക്കുന്നത് പരാതിക്കാരായ വിദ്യാർത്ഥി മാത്രമല്ല, കൂടുതൽ വിദ്യാർത്ഥികൾ റാഗിങ്ങിന് ഇരയായിട്ടുണ്ട് എന്നുള്ള കാര്യമാണ് വ്യക്തമാക്കുന്നത്. എന്തായാലും ഈ സംഭവത്തിനകത്ത് മാന്നാർ പോലീസ് ഇപ്പോൾ കുട്ടിയുടെ മൊഴി രേഖപ്പെടുത്തിയിട്ടുണ്ട്. ടോം. യെസ്, വ്യക്തമാണ് ശരണ്യ. എന്തായാലും മാന്നാർ പോലീസ് ഈ കുട്ടിയുടെ മൊഴി രേഖപ്പെടുത്തിയിട്ടുണ്ട്. പോലീസ് സംഭവത്തിൽ കേസെടുത്തിട്ടുണ്ട്. ഈ കുട്ടിയുടെ ആരോഗ്യനില, ഈ മർദ്ദനമേറ്റ ക്രൂരമായ ആക്രമണത്തിനിരയായ ഈ വിദ്യാർത്ഥിയുടെ, 8ാം ക്ലാസ് വിദ്യാർത്ഥിയുടെ ആരോഗ്യനില ഇപ്പോൾ എങ്ങനെയാണ്? ഇപ്പോഴും ആശുപത്രിയിലാണോ, ചികിത്സയിലാണോ ഉള്ളത്? അല്ല, കുട്ടി വീട്ടിലുണ്ട്. പക്ഷെ അടിയേറ്റുന്നു എന്നുള്ള കാര്യം സ്ഥിരീകരണം ഉണ്ടായിട്ടുണ്ട്. കാരണം കുട്ടിക്ക് ഇപ്പോഴും ചെവിയുടെ ഭാഗത്ത്, മുഖത്ത് അടിയേറ്റിട്ട് ചെവിയുടെ ഭാഗം നീര് വെച്ചിട്ടുണ്ട്. ഒപ്പം തന്നെ നെഞ്ചിലും കുട്ടി തന്നെ പാടുകൾ കാണിച്ചു തരുന്നുണ്ട്. അടിയേറ്റ ഭാഗത്തെ പാടുകൾ കുട്ടി കാണിച്ചു തരുന്നുണ്ട്. അത്തരത്തിൽ ഉള്ള പരിക്കുകളുണ്ട്. പക്ഷെ ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്തക്ക പരിക്കുകളല്ല. കുട്ടി അടിയേറ്റതിന്റെയും മുഖത്തടിയേറ്റതിന്റെയും ഒക്കെ ബുദ്ധിമുട്ടുകളാണ്. ഇപ്പോൾ കട്ടച്ചിറയിലെ വീട്ടിലാണ് രക്ഷകർത്താക്കൾ ഉള്ളത്. രക്ഷകർത്താക്കൾക്കൊപ്പമാണ് കുട്ടി ഉള്ളത്. സ്കൂളിലേക്ക് പോയിട്ടില്ല. മാത്രമല്ല, ഈ സംഭവത്തിനകത്ത് കർശന നടപടി സ്വീകരിക്കണമെന്നുള്ളൊരു ആവശ്യം ഉന്നയിച്ചുകൊണ്ട് പോലീസിനെ സമീപിച്ചത് മാത്രമല്ല, ചൈൽഡ് ലൈനും കുടുംബം പരാതി നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ് ടോം നമുക്ക് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. അത്തരത്തിൽ ചൈൽഡ് ലൈനിന്റെ ഭാഗമായും ഉള്ള അന്വേഷണം ഈ കേസിനകത്ത് ഉണ്ടാകും. എന്തായാലും എല്ലാം ചെറിയ കുട്ടികളാണ്. അതുകൊണ്ട് തന്നെ പോലീസ് ഇക്കാര്യത്തിൽ നടപടി സ്വീകരിക്കുന്നതിന് പരിമിതികളുണ്ട്. പക്ഷെ സ്റ്റേറ്റ്മെന്റ് എടുത്ത് ബന്ധപ്പെട്ട വിഭാഗങ്ങൾക്ക് കൈമാറാനായി കഴിയും. യെസ്, വ്യക്തമാണ്. ആലപ്പുഴയിൽ നിന്ന് ശരണ്യ സ്നേഹജനാണ് വിവരങ്ങൾ നൽകിയത്. ആലപ്പുഴ ചെന്നിത്തല നവോദയ വിദ്യാലയത്തിലെ വിദ്യാർത്ഥിക്കാണ് റാഗിങ്ങിനെ തുടർന്ന് ക്രൂര മർദ്ദനമേറ്റത്. സംഭവത്തിൽ മാന്നാർ പോലീസ് കേസെടുത്തിട്ടുണ്ട്. 6 +1 വിദ്യാർത്ഥികളെ സ്കൂൾ അധികൃതർ സസ്പെൻഡ് ചെയ്തു. സ്പോട്ട് ലൈവ് പൂർണ്ണമാകുന്നു. നമസ്കാരം.